ഫസ്റ്റ് സെമസ്റ്റർ BSc നഴ്സിംഗ് അനാട്ടമി സിലബസിൽ 10ാമത്തെ യൂണിറ്റായ നെർവസ് സിസ്റ്റമാണ് ഇനി പഠിക്കാനുള്ളത്. ഇത് ലാസ്റ്റത്തെ യൂണിറ്റാണ്. സോ യൂണിറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ സിലബസ് അനുസരിച്ച് ഏതൊക്കെ പോർഷൻസ് ആണ് കവർ ചെയ്തേണ്ടത് എന്ന് നോക്കാം. ഫസ്റ്റ് റിവ്യൂ സ്ട്രക്ചർ ഓഫ് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ. ന്യൂറോൺ മീൻസ് നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് ആണ്. സ്ട്രക്ചർ വരയ്ക്കാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിക്കണം. ദെൻ CNS, ANS, PNS, that means central nervous system, autonomous nervous system and peripheral nervous system. പാർട്സ് പഠിക്കണം. അത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. ന്യൂറോൺ ആണ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് വേണ്ടത്. ദെൻ സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ വേണം. സ്ട്രക്ചർ ഓഫ് സ്പൈനൽ കോഡ് വേണം. ക്രേനിയൽ നെർവ്സ്, സ്പൈനൽ നെർവ്, പെരിഫറൽ നെർവ്, അത് കുറച്ച് സിമ്പിളാണ്. ഈ സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ SIക്ക് കണ്ടിട്ടുണ്ട്. ഈ ന്യൂറോണും കണ്ടിട്ടുണ്ട്. സ്പൈനൽ കോഡ് ഷോർട്ട് നോട്ട്സ് കണ്ടിട്ടുണ്ട്. ദെൻ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് സെറിബ്രൽ കോർട്ടെക്സ്, വെൻട്രിക്കുലാർ സിസ്റ്റം, അതായത് ബ്രെയിനും വെൻട്രിക്കുലാർ സിസ്റ്റം ഏകദേശം ഒന്നിച്ച് വരുന്നതാണ്. ബ്രെയിനിലാണ് ഈ വെൻട്രിക്കുലാർ സിസ്റ്റം ഉള്ളത്. ഫോർമേഷൻ, സർക്കുലേഷൻ ആൻഡ് ഡ്രെയിനേജ്. ദെൻ ആപ്ലിക്കേഷൻ ആൻഡ് ഇംപ്ലിക്കേഷൻ ഇൻ നഴ്സിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നെർവസ് സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ എത്രയും വേഗം നമുക്ക് സിസ്റ്റത്തിലേക്ക് കടക്കാം. ഏറ്റവും സമ്മറൈസ് ഫോമിലാണ്, എക്സാം ഫോക്കസ്ഡ് ആയിട്ട് മാത്രമാണ് ക്ലാസ് പോകുന്നത്. ഇതിൽ തരുന്ന നോട്ടുകളും ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയുന്നതും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ നെർവസ് സിസ്റ്റത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ക്ലാസ് 3 ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് ഇത് ഏതാണേലും, ആശാലതയാണേലും റോസ് ആൻഡ് വിൽസൺ ആണെങ്കിലും അങ്ങനെ ഏത് ബുക്സ് ആണേലും അത് കംപ്ലീറ്റ് പഠിക്കേണ്ട കാര്യമല്ല. സിലബസ് അനുസരിച്ച് മാത്രമാണ് പഠിക്കേണ്ടത്. ഞാൻ ഈ 3 ബുക്ക് റെഫർ ചെയ്യാൻ കാരണം ഏറ്റവും സിമ്പിൾ ഫോമിൽ ഏറ്റവും സമ്മറൈസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് ഇത് പഠിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ദെൻ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം ഇസ് എ കോംപ്ലക്സ് സിസ്റ്റം ഓഫ് നെർവ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് സെൽ ദാറ്റ് ക്യാരി electric signal between the brain, spinal cord and the rest of the body, controlling all actions, thoughts, sense and automatic function like breathing and heart rate. നെർവസ് സിസ്റ്റം ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. എല്ലാ സിസ്റ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നെർവസ് സിസ്റ്റം സിഗ്നൽ കൊടുത്താൽ മാത്രമേ മറ്റു സിസ്റ്റം വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് നെർവസ് സിസ്റ്റം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം. ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിലും റെസ്റ്റ് ഓഫ് ദ ബോഡിയിലേക്ക് എന്ത് ഒരു ആക്ഷൻ വേണമെങ്കിലും ഈ നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യണം. എങ്കിൽ മാത്രമാണ് ആ ആക്ഷൻ നടക്കുകയുള്ളൂ. അതായത് ഒരാൾക്കൊരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കണമെങ്കിൽ അതിന് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു സിഗ്നൽ ആവശ്യമുണ്ട്. എന്ത് ആവശ്യത്തിനും നെർവസ് സിസ്റ്റം വേണം. അതോടൊപ്പം ബോഡിയിൽ നടക്കുന്ന ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ റെസ്പിറേഷൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് നെർവസ് സിസ്റ്റമാണ്. സോ നെർവസ് സിസ്റ്റം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നെർവസ് സിസ്റ്റത്തിൽ വരുന്നത് ബ്രെയിൻ, സ്പൈനൽ കോഡ്, പിന്നെ നെർവ്സ്. ഇതാണ് നെർവസ് സിസ്റ്റത്തിൽ മെയിനായിട്ട് വരുന്നത്. ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ്. ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുന്നത്, സ്പൈനൽ കോഡിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, നെർവ്സാണ് അതിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ ഔട്ട്കം എടുക്കുന്നത്. സോ പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റം. അപ്പം നെർവസ് സിസ്റ്റത്തെക്കുറിച്ച് ചോദിച്ചാൽ 1-2 സെൻറ്റൻസ് നെർവസ് സിസ്റ്റത്തെക്കുറിച്ച് എഴുതുക. അതിലുള്ളതാണ് ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ് എന്നുള്ള കാര്യങ്ങൾ എഴുതുക. അതിനുശേഷം പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റം. പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റമാണ് അതിനുശേഷം എഴുതേണ്ടത്. പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റം. ഫസ്റ്റ് സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. പാർട്ട് ഓഫ് നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡും സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. അതിനുശേഷം പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പെരിഫറൽ നെർവ് ആൻഡ് ഗാംഗ്ലിയ അസോസിയേറ്റ് വിത്ത് ദം. പെരിഫറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്സൈഡിലുള്ളത് എന്നാണ്. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പെരിഫറൽ നെർവ്സ് ആയിരിക്കും എപ്പോഴും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. അടുത്തതാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. ഓട്ടോണമസ് നെർവസ് സിസ്റ്റം നമ്മൾ കുറേ സിസ്റ്റം പഠിച്ചപ്പം അവിടെയുള്ള നെർവ്സിൻ്റെ പേര് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്നാണ്. അതായത് സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ എൻറ്റയർലി ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് പാരാസിമ്പതറ്റിക് സിസ്റ്റം. അത് ഹാർട്ട് റേറ്റ് കൂടുന്നത് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണെങ്കിൽ അതിനെ കുറയ്ക്കുന്നത് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളുടെ എൻറ്റയർലി ഓപ്പോസിറ്റ്. അപ്പോൾ സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും ഒന്നിച്ച് വർക്ക് ചെയ്താൽ മാത്രമാണ് ഒരു റെഗുലേറ്റഡ് അല്ലെങ്കിൽ ഒരു ഹാർമണി മോഡിൽ പോകത്തുള്ളൂ. ഇപ്പം നമ്മൾ നെർവസ് സിസ്റ്റം പഠിച്ചു. നെർവസ് സിസ്റ്റത്തെക്കുറിച്ച് 1-2 സെൻറ്റൻസ് ഇതിൽ നിന്ന് പഠിക്കുക. അതിനുശേഷം പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റം പഠിച്ചു. അടുത്തത് സബ് ഡിവിഷൻ ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്സിൻ്റെ തന്നെ സബ് ഡിവിഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ സബ് ഡിവിഷനാണ് ഫസ്റ്റ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞു. ബ്രെയിനിൽ തന്നെ ബ്രെയിനിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ് സെറിബ്രം, സെറിബെല്ലം, ദെൻ ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെമ്മിൽ വരുന്നതാണ് മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡില ഒബ്ലങ്ങേറ്റ.
ബ്രെയിനെക്കുറിച്ചും എസ്സേ ചോദിക്കാറുണ്ട്. എസ്സേ ചോദിക്കുമ്പം ഇത് തന്നെ എഴുതിയാൽ മതി. സോ സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിനുണ്ട്, സ്പൈനൽ കോഡുണ്ട്. ബ്രെയിനിൽ തന്നെ സെറിബ്രം, സെറിബെല്ലം ആൻഡ് ബ്രെയിൻ സ്റ്റെം എന്നുണ്ട്. ബ്രെയിൻ സ്റ്റെമ്മിൽ വരുന്നതാണ് മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല ഒബ്ലോങ്ങേറ്റ. ഇതിപ്പോൾ തന്നെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിന് ഇങ്ങനെ സബ് ഡിവിഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് സ്പൈനൽ കോഡ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. ദെൻ പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നതാണ് പെരിഫറൽ നെർവ്. നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്, പെരിഫറൽ നെർവ്. പെരിഫറൽ നെർവിൻ്റെ അകത്ത് നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ് ക്രേനിയൽ നെർവ്സ്, സ്പൈനൽ നെർവ്സ്. ക്രേനിയൽ നെർവ്സ് ഒക്കെ 14 നെർവ്സ് അതുപോലെ തന്നെ പഠിക്കാനുണ്ട്. അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് ആവശ്യമുള്ളതാണ്. നഴ്സിങ്ങിൻ്റെ മെഡ് സർജിലും എല്ലാ കാര്യങ്ങളിലും ക്രേനിയൽ നെർവ്സിനെ കുറിച്ച് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ പെരിഫറൽ നെർവ്സിൽ ക്രേനിയൽ നെർവും സ്പൈനൽ നെർവും ഉണ്ട്. ബോഡിയിലെ മോസ്റ്റ് ഓഫ് ദ ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ഈ നെർവ്സാണ്. അടുത്തത് ഗാംഗ്ലിയ. അടുത്തത് ഓട്ടോണമസ് നെർവസ് സിസ്റ്റം, മൂന്നാമത്തെ പാർട്ടാണ്. അതിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് പാർട്ടാണ് ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിൽ ഉള്ളത്. ഇനി നമുക്ക് ന്യൂറോൺ ആണ്. നമ്മുടെ സിലബസ് അനുസരിച്ച് നമ്മൾ കണ്ടതാണ് ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണ് നമുക്ക് അറിയേണ്ടത്. ന്യൂറോൺ എന്താണ്? ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റാണ്. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ പാർട്ട് എന്താണെന്ന് വായിച്ചിട്ട് വരാം. അതിനുശേഷം നമുക്ക് പിക്ചർ നോക്കി ഐഡൻറ്റിഫൈ ചെയ്ത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ന്യൂറോൺ ആർ ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷണൽ യൂണിറ്റാണ്. The nervous system consists of a vast number of neurons supported by a special type of connective tissue called neuroglia. ഈ nervous system consists of vast number of neuron, അതായത് മൾട്ടിപ്പിൾ ന്യൂറോൺസ്, ഒരുപാട് മില്യൺസ് ഓഫ് ന്യൂറോൺസ് ചേരുന്നതാണ് ഒരു നെർവസ് സിസ്റ്റം. ഈ നെർവസ് സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂവിനെയാണ് ന്യൂറോഗ്ലിയ എന്ന് പറയുന്നത്. ഈച്ച് ന്യൂറോൺ കൺസിസ്റ്റ് ഓഫ് എ സെൽ ബോഡി. ഇനി ന്യൂറോണിൻ്റെ പാർട്സ് ആണ് എന്തൊക്കെയാണ്? ഒരു സെൽ ബോഡി ഉണ്ട്, അതിന് പ്രോസസ്സും ഉണ്ട്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ആക്സോൺ ആൻഡ് ഡെൻഡ്രൈറ്റ്സ്. നിങ്ങൾ +2 ഇത് പഠിച്ചതായിരിക്കും. ഒന്നുകൂടി ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി. നെർവസ് സിസ്റ്റം, ന്യൂറോണിന് ബോഡിയുണ്ട്, 2 പ്രോസസ്സുണ്ട്, ആക്സോൺ എന്ന് പറയും, ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയും. ബണ്ടിൽസ് ഓഫ് ആക്സോൺ ബൗണ്ട് ടുഗദർ കോൾഡ് നെർവ്സ്. ഇങ്ങനെ ഒരു കെട്ട് ആക്സോണിനെ ഒന്നിച്ച് പറയുന്ന പേരാണ് നെർവ്സ് എന്ന് പറയുന്നത്. നെർവസ് സിസ്റ്റത്തിലെ നെർവ്സ് ബണ്ടിൽസ് ഓഫ് ആക്സോൺ ഒന്നിച്ച് വരുന്നതാണ്. ന്യൂറോൺസ് വേരി ഇൻ സൈസ്, ഷേപ്പ് ആൻഡ് അതർ ഫീച്ചേഴ്സ്. ഓരോ സെല്ലിൻ്റെ പാർട്ട് അനുസരിച്ച് അല്ലെങ്കിൽ ബോഡിയുടെ പാർട്ട് അനുസരിച്ചും ന്യൂറോണിൻ്റെ സൈസിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. സെൽ ബോഡി. ഇനി സെൽ ബോഡിയെക്കുറിച്ച് ഡീറ്റെയിൽ നോക്കാം. ഇറ്റ്സ് എ ടിപ്പിക്കൽ സെൽ കൺസിസ്റ്റ് ഓഫ്, സെൽ ബോഡിയിൽ സൈറ്റോപ്ലാസം ഉണ്ട്, ഒരു മെംബ്രെയിൻ ഉണ്ട്. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ടിഷ്യൂ സെല്ല് പഠിച്ചപ്പോൾ കണ്ടതാണ്. അതിൻ്റെ അകത്തുള്ള ഒരു ജെല്ലി ടൈപ്പാണ്. അപ്പോൾ സൈറ്റോപ്ലാസത്തിൻ്റെ എറൗണ്ടായിട്ട് അല്ലെങ്കിൽ സറൗണ്ട് ചെയ്തൊരു സെൽ മെംബ്രെയിൻ ഉണ്ട്. അതിനെ മറ്റു ഔട്ട്സൈഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് സെൽ മെംബ്രെയിൻ. സോ ഈ സെല്ലിൽ ഒരു സൈറ്റോപ്ലാസം ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, ലാർജ് സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്. ഇതിൻ്റെ നടുക്കൊരു വലിയ ന്യൂക്ലിയസ് ഉണ്ട് വിത്ത് എ പ്രോമിനൻറ്റ് ന്യൂക്ലിയോസസ് യൂഷ്വലി ഡിസ്ക്രൈബ്ഡ് ആസ് ഓൾസ് ഐ അപ്പിയറൻസ്. അതായത് ഒരു ന്യൂക്ലിയസിൻ്റെ നടുക്ക് ഒരു ന്യൂക്ലിയോസസ് ഉണ്ട്. അതിന് ഓൾസ് ഐ അപ്പിയറൻസ് ആണ് ഇങ്ങനെ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ കാണുന്നത്. അതിനോടൊപ്പം ന്യൂമറസ് മൈറ്റോകോൺട്രിയാസ് ഉണ്ട്, എനർജിക്ക് വേണ്ടിയിട്ടാണ് മൈറ്റോകോൺട്രിയാസ്. ദെൻ ഗോൾജി കോംപ്ലക്സസ് ഉണ്ട്, നിസൽ സബ്സ്റ്റൻസ് ഓർ നിസൽ ഗ്രാന്യൂൾസ് ഉണ്ട്. ദീസ് ആർ ഇൻറ്റൻസിവ്ലി സ്റ്റെയിനിങ് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഇതൊക്കെ നമ്മൾ സെല്ല് പഠിച്ചപ്പോൾ ഇതെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ഏതാണ്? ന്യൂറോണിനുള്ള സെല്ലിലുള്ള സ്പെഷ്യാലിറ്റീസാണ്. അപ്പോൾ ഈ നിസൽ സെൽസ് ആണ് ഈ റെക്ടിക്കുലത്തിന്, റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിന് കളർ കൊടുക്കുന്നത്. ന്യൂറോഫൈബ്രിൽസ് എ നെറ്റ്വർക്ക് ഓഫ് ഫൈബ്രിൽസ് പെർമിറ്റ് ദ സൈറ്റോപ്ലാസം. ഇനി നമുക്ക് സെല്ല് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പ് ഈ ന്യൂറോണിൻ്റെ പാർട്ട് നമുക്കൊന്ന് കാണാം. ഇതാണ് ന്യൂറോൺ എന്ന് പറഞ്ഞത്. ന്യൂറോൺ ഈ ഒരു ഷേപ്പാണ് ന്യൂറോണിൻ്റെ. ഇതാണ് സെല്ല്, ഈ കാണുന്നതാണ് സെല്ല്. ഈ നടുക്ക് ന്യൂക്ലിയസസ് ഉള്ളതാണ് സെല്ല്. അതിനുശേഷം ഇങ്ങനെ ലെന്തി ആയിട്ടുള്ള പാർട്ടാണ് ആക്സോൺ. ഇന്ന് ആക്സോണിൻ്റെ ടെർമിനൽ, അതായത് ആക്സോണിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. ഈ ആക്സോണിൻ്റെ ലാസ്റ്റ് പോർഷൻ അപ്പുറത്തു നിന്നുള്ള ലാസ്റ്റ് പോർഷൻ വേറൊരു ആക്സോണിൻ്റെ ലാസ്റ്റ് പോർഷനായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് സിഗ്നൽ കൈമാറുന്നത്. അതിനുശേഷം ഈ കാണുന്ന ചെറിയ ചെറിയ ട്രീ ലൈക്ക് പോർഷനാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ്
നമ്മൾ പറഞ്ഞ ന്യൂറോൺസ്. ഇനി ന്യൂറോൺസിൻ്റെ സെല്ലിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. ഇതാണ് ന്യൂറോൺ സെല്ല്. നമ്മൾ സെൻറ്ററിൽ കണ്ട പോർഷനാണ് ന്യൂറോണിൻ്റെ സെല്ല്. അതിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ന്യൂറോണിൻ്റെ സെല്ല് സൈറ്റോപ്ലാസം ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ് സൈറ്റോപ്ലാസം. ഒരു ജെല്ലി സബ്സ്റ്റൻസ് ആണ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിനെ സറണ്ടർ ചെയ്തൊരു സെൽ മെംബ്രെയിൻ ഉണ്ട്. ഈ കാണുന്നതാണ്, ഔട്ട്സൈഡിൽ കാണുന്നതാണ് സെൽ മെംബ്രെയിൻ. അതിനോടൊപ്പം തന്നെ മൈറ്റോകോൺട്രിയാസ് ഉണ്ട്. ഇതാണ് മൈറ്റോകോൺട്രിയാസ്. ദെൻ ഗോൾജി അപ്പാരറ്റസ് ഉണ്ട്. ഈ കാണുന്നതാണ് ഗോൾജി അപ്പാരറ്റസ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിനുശേഷം ഇത് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. ഈ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിന് സ്റ്റെയിൻ ചെയ്യുന്നത് നിസിൽ സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ നിസിൽ ഗ്രാന്യൂൾസ് ആണ്. ദെൻ ഫ്രീ റൈബോസോംസ് ഇതിലുണ്ട്. ഈ ഡോട്ട് പോലെ കാണുന്നതാണ് ഫ്രീ റൈബോസോംസ്. അതർവൈസ് റൈബോസോം റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അതിന് മുകളിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ റഫ്. അല്ല, റൈബോസോം ഇല്ലാത്തതാണ് സ്മൂത്ത്. ഇതൊക്കെ നമ്മൾ സെല്ലിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ സെൻറ്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഇതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ ഒരു ന്യൂക്ലിയോസിസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെല്ലിൽ പറഞ്ഞത്. ഇനി അടുത്തത് ന്യൂറോണിൻ്റെ പ്രോസസ്സുകളാണ്. അപ്പോൾ സെല്ല് നിങ്ങളിപ്പോൾ തന്നെ പഠിക്കുക. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് 1-2 പ്രാവശ്യം ഒന്ന് ക്ലാസ് കേട്ടാൽ ഇപ്പോൾ തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പഠിക്കാൻ വെച്ചാൽ നിങ്ങളിത് പഠിക്കില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ മറന്നു പോകും. പ്രോസസ്സസ് ഓഫ് ന്യൂറോൺ എന്തൊക്കെയാണത്? ആക്സോണും ഡെൻഡ്രൈറ്റ്സും ആണ് പ്രോസസ്സ്. ദ പ്രോസസ് ഓഫ് ന്യൂറോൺ ആർ കോൾഡ് ന്യൂട്രൈറ്റ്സ്. ഈ ആക്സോണിനും ഡെൻഡ്രോണിനും ഒന്നിച്ച് പറയുന്ന പേരാണ് ന്യൂട്രൈറ്റ്സ്. ദീസ് ആർ 2 ടൈപ്സ്. 2 ടൈപ്പ് ഉണ്ട്, ഡെൻഡ്രൈറ്റ്സ് ആൻഡ് ആക്സോൺ. ഡെൻഡ്രൈറ്റ്സ് ആർ സ്മോൾ പോർഷനും ആക്സോൺ ലെന്തി പോർഷനുമാണ്. ആക്സോൺ ആൻഡ് ഡെൻഡ്രൈറ്റ്സ് ആർ എക്സ്റ്റൻഷൻസ് ഓഫ് സെൽ ബോഡീസ്. അതായത് സെല്ലിൻ്റെ ബോഡി എന്നുള്ള എക്സ്റ്റൻഷനാണ്. ആൻഡ് ഫോം ദ വൈറ്റ് മാറ്റർ ഓഫ് ദ നെർവസ് സിസ്റ്റം. ഇത് നെർവസ് സിസ്റ്റത്തിൻ്റെ വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ +2 എന്തായാലും ഇത് പഠിക്കുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നുള്ളൂ. ഒന്ന് ജസ്റ്റ് റീഫ്രഷ് ചെയ്യുന്നതേ ഉള്ളൂ ഇത്. സോ ഇത് വൈറ്റ് മാറ്റർ ഓഫ് ദ നെർവസ് സിസ്റ്റം ആണ്. ഇനി ആക്സോണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആക്സോൺസ്, ഈച്ച് നെർവ് സെൽ ഹാസ് ഓൺലി 1 ആക്സോൺ. ഒരെണ്ണേ ഉള്ളൂ. ക്യാരിങ് നെർവ് ഇമ്പൾസ് എവേ ഫ്രം ദ സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് ഈ നെർവ് ഇമ്പൾസ് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. എങ്ങോട്ടാണ്? അടുത്ത സെല്ലിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ പാസ് ചെയ്താണ് എവിടെയാണോ സിഗ്നൽ എത്തേണ്ടത് അവിടെ വരുന്നത്. ഇപ്പോൾ അതായത് ഒരാളുടെ കാലിനേക്കാണ് സിഗ്നൽ പോകേണ്ടത്. അവിടെ പെയിൻ ഉണ്ട്. അപ്പോൾ പെയിനും ചെല്ലുമ്പോൾ എന്ത് ആക്ഷനാണ്? അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സിഗ്നൽ വരുന്ന ബ്രെയിനിൽ നിന്നായിരിക്കും. ബ്രെയിനിൽ നിന്ന് ഒരു നെർവിൽ നിന്ന് മറ്റേ നെർവിലേക്ക് കണ്ടക്ട് ചെയ്തിട്ടാണ് പെരിഫറി വരെ വരുന്നത്. സോ അങ്ങനെ ഈ ആക്സോൺ ക്യാരിങ് ദ ഇമ്പൾസ് there are usually longer than the dendrites. അതായത് ഡെൻഡ്രൈറ്റ്സിനേക്കാളും ലോങ്ങർ ആയിരിക്കും. സ്ട്രക്ചർ ഓഫ് ആക്സോണോട് കണ്ടിട്ട് അതിൻ്റെ പിക്ചർ നോക്കി നമുക്ക് അനലൈസ് ചെയ്യാം. ദ മെംബ്രെയിൻ ഓഫ് ദ ആക്സോൺ ഈസ് കോൾഡ് ആക്സോലീമ. അപ്പോൾ ആക്സോൺ ഒരു ലെന്തിയാന്ന് പറഞ്ഞു. അതിൻ്റെ മെംബ്രെയിന്, അതിൻ്റെ കവറിങ്ങിന് പറയുന്ന പേരാണ് ആക്സോലീമ. ഇപ്പോൾ തന്നെ ഇത് പഠിക്കുക, ആക്സോലീമ. ആൻഡ് ഇറ്റ് ഈസ് എൻക്ലോസസ് ദ സൈറ്റോപ്ലാസ്മിക് എക്സ്റ്റൻഷൻ ഓഫ് ദ സെൽ ബോഡി. അപ്പോൾ എൻക്ലോസസ് ദ സൈറ്റോപ്ലാസ്മിക് എക്സ്റ്റൻഷൻ ഓഫ് ദ സെൽ ബോഡി. അതായത് സെൽ ബോഡിയിൽ നിന്നേ ഈ കവറിങ് ഉണ്ട് ആക്സോണിൻ്റെ. അവിടെ മുതലേ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതാണ് ആക്സോണിൻ്റെ കവറിങ് ആയ ആക്സോലീമ. ഈ സെൽ മെംബ്രെയിൻ്റെ സൈറ്റോപ്ലാസ്മികത്തിൻ്റെ കവറിങ് തന്നെയാണ് എക്സ്റ്റൻഷൻ വരുന്നതാണ്. ലാർജ് ആക്സോൺസ് ആൻഡ് ദോസ് ഓഫ് പെരിഫറൽ നെർവ് ആർ സറൗണ്ടഡ് ബൈ എ മൈലിൻ ഷീത്ത്. അപ്പം നീളമുള്ള ലാർജായിട്ടുള്ള ആക്സോണും പെരിഫറൽ നെർവിനെ ഒരു മൈലിൻ ഷീത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്സോലീമ ആദ്യം കവർ ചെയ്യും, അതിൻ്റെ മുകളിൽ മൈലിൻ ഷീത്ത് ഇങ്ങനെ കവർ ചെയ്യും. ദെൻ ദിസ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ഷ്വാൻ സെൽസ് അറേഞ്ച്ഡ് അലോങ് ദ ലെങ്ത് ഓഫ് ദ ആക്സോൺ. ഇതിൽ തന്നെ ഈ മൈലിൻ ഷീത്തിനോടൊപ്പം തന്നെ എ സീരീസ് ഓഫ് ഷ്വാൻ സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട് ആക്സോണിൽ. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. അതിനുശേഷം ഈച്ച് വൺ ഈസ് റാപ്ഡ് അറൗണ്ട് ആക്സോൺ. സോ ഇറ്റ് ഈസ് കവേർഡ് ബൈ എ നമ്പർ ഓഫ് സെൻട്രിക് ലെയർ ഓഫ് ഷ്വാൻ സെൽ കോൾഡ് ഷ്വാൻ സെൽ പ്ലാസ്മ മെംബ്രെയിൻ. Between the layer of plasma membrane, there is a small amount of fatty substance called myelin. അതായത് ഈച്ച് വൺ ഈസ് റാപ്ഡ് അറൗണ്ട് ദ ആക്സോൺ. എന്താണ് ഈച്ച് വൺ എന്ന് പറയുന്നത്? ഷ്വാൻ സെല്ലാണ്. അത് ആക്സോണിൻ്റെ ചുറ്റും ഇങ്ങനെ റാപ്പ് ചെയ്ത്, അതായത് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്ന പോലെയാണ് ആക്സോൺ. സോ ഇറ്റ് ഈസ് കവേർഡ് ബൈ എ നമ്പർ ഓഫ് സെൻട്രിക് ലെയർ ഓഫ് ഷ്വാൻ സെൽ പ്ലാസ്മ മെംബ്രെയിൻ. ഈ ഷ്വാൻ സെല്ലിന് തന്നെ പല ലെയറുണ്ട്. അതാണ് ഈ താഴെ കാണുന്ന
പിക്ചർ. ഇതാണ് ഷ്വാൻ സെല്ല്. ഇതാ ഈ നടുക്കൂടെ പോകുന്ന ബ്ലൂ പാർട്ടാണ് ആക്സോൺ. അപ്പോൾ ഈ ആക്സോണിനെ ഇങ്ങനെ കവർ ചെയ്തേക്കുന്ന പല ലെയറായിട്ടാണ് ഷ്വാൻ സെല്ല് കവർ ചെയ്തിരിക്കുന്നത്. ഇതിന് പറയുന്ന പേരാണ് ഷ്വാൻ സെൽ പ്ലാസ്മ മെംബ്രെയിൻ. ദെൻ ബിറ്റ്വീൻ ദ ലെയർ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ, ഇതിൻ്റെ ഇടയിലല്ല ഉണ്ടല്ലോ സ്പേസ്, പ്ലാസ്മ മെംബ്രെയിൻ, ദെയർ ഇസ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഫാറ്റി സബ്സ്റ്റൻസ്. ഇതിൻ്റെ ഇടയിലെല്ലാം ചെറിയ ചെറിയ എമൗണ്ട് ഫാറ്റി സബ്സ്റ്റൻസ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് മൈലിൻ. ദാറ്റ് മീൻസ് ഷ്വാൻ സെല്ലിന് മൾട്ടിപ്പിൾ ലെയർ ഉണ്ട്. ഈ മൾട്ടിപ്പിൾ ലെയറിന് പറയുന്ന പേരാണ് സെൽ പ്ലാസ്മ മെംബ്രെയിൻ. ഈ സെൽ പ്ലാസ്മ മെംബ്രെയിന് ഓരോ ലെയറിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഫാറ്റി സബ്സ്റ്റൻസ് ഉണ്ട്. ഇതിന് പറയുന്ന പേരാണ് മൈലിൻ. ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ഷ്വാൻ സെൽ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് കോൾഡ് ന്യൂറോലിമ. അപ്പോൾ കുറേ ലെയർ ഉണ്ട്. അതിൽ ഏറ്റവും ഔട്ടറിലുള്ള ലെയറിന് പറയുന്ന പേരാണ് ന്യൂറോലിമ. ദർ ആർ ടൈനി ഏരിയാസ് ഓഫ് എക്സ്പോസ്ഡ് ആക്സോലീമ ബിറ്റ്വീൻ അഡ്ജസ്റ്റൻറ്റ് ഷ്വാൻ സെൽ. രണ്ട് ഷ്വാൻ സെല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ എവിടെയാണുള്ള ആക്സോലീമയുണ്ട്, അതായത് ആക്സോണിൻ്റെ കവറിങ് ഉണ്ട്. ഇത് നമുക്ക് പിക്ചർ നോക്കി ഒന്നുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരാറുണ്ട്. സോ അതിനിടയിൽ പറയുന്ന പേരാണ്, ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിന് പറയുന്ന പേരാണ് നോഡ് ഓഫ് രൺവീർ വിച്ച് അസിസ്റ്റ് ദ റാപ്പിഡ് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. ഫാസ്റ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഈ നോഡ് ഓഫ് രൺവീർ ഹെൽപ്പ് ചെയ്യുന്നു. പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബർ ആർ സം സ്മോൾ ഫൈബർ ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആർ നോൺ മൈലിനേറ്റഡ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞെല്ലാം മൈലിനേറ്റഡ് ആയിരുന്നു. ഇപ്പോൾ മൈലിനേഷൻ ഇല്ലാത്ത, ഈ പുറമെ ഇങ്ങനെ ഈ കവറിങ്ങിലൂടെ ഫാറ്റി സബ്സ്റ്റൻസ് ആയിട്ടുള്ള മൈലിൻ ഇല്ലാത്ത കുറച്ച് ഫൈബേഴ്സ് ഉണ്ട്. അതാണ് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് ആൻഡ് സം സ്മോൾ ഫൈബർ ഇൻ നെർവസ് സിസ്റ്റം ഡസൻറ്റ് ഹാവ് ദ നോൺ മൈലിനേറ്റഡ്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ മൈലിൻ ഷീത്ത്. ഇനി നമുക്ക് ഈ പിക്ചർ നോക്കി ഒന്നുകൂടി ഒന്ന് പറയാം. ഇതാണ് ന്യൂറോൺ. അപ്പോൾ ന്യൂറോണിന് സെൽ ബോഡി ഉണ്ട്. സെൽ ബോഡിയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി സെൽ ബോഡിയിൽ നിന്ന് ഒരു ലോങ് എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ ലോങ് എക്സ്റ്റൻഷൻ പറയുന്ന പേരാണ് ആക്സോൺ. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്, ആക്സോൺ. ഈ ആക്സോണിൻ്റെ ടെർമിനൽ പോർഷനാണിത്, അതായത് ലാസ്റ്റ് എൻഡ് പോർഷനാണ്. ഈ എൻഡ് പോർഷൻ പറയുന്നതാണ് ആക്സോൺ ടെർമിനൽ പോർഷൻ, അതർവൈസ് ടെർമിനൽ പാർട്ട് ഓഫ് ദ ആക്സോൺ. അതിന് നിങ്ങളൊരു ഡയഗ്രാം വരച്ച് ലേബൽ ചെയ്യുമ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ ലേബൽ ചെയ്യണം. ദെൻ ഈ ആക്സോണിന് ഒരു കവറിങ് ഉണ്ട്. ഇതുകൊണ്ട് ഒരു തിക്കായിട്ടുള്ള കവറിങ് ഇവിടുന്നേ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിങ്ങനെ കവറിങ് ഈ ആക്സോൺ നടുക്കൂടെ പോകുന്നുണ്ട്. ഈ ആക്സോണിന് കവറിങ് ഉണ്ട്. ഈ കവറിങ്ങിന് പറയുന്ന പേരാണ് ആക്സോലീമ. അതായത് ആക്സോണിനെ മാത്രം കവർ ചെയ്ത് പോകുന്നതിന് പറയുന്ന പേരാണ് ആക്സോലീമ. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഇതിനെ കവർ ചെയ്ത ഒരു ഷ്വാൻസ് കേജ് അല്ലെ ഷ്വാൻസ് സെല്ലുണ്ട്. ഈ ഷ്വാൻ സെല്ല് ഇതാണ്, ഈ കാണുന്ന യെല്ലോ പോർഷനാണ് ഷ്വാൻ സെല്ല്. ഇത് ഈ ആക്സോണിനെ വ്രാപ്പ് ചെയ്താണ് പോകുന്നത്. ഈ ഷ്വാൻ സെല്ല് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഒരു ഷ്വാൻ സെല്ലിന് ഇങ്ങനെ കുറേ കവറിങ് ആയിട്ടാണ് ഇതായൊരു ബണ്ടിൽ പോലെയാണ്. ഇതിൻ്റെ ഓരോ ലെയറിന്, അതിന് സെൽ പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ് പറയുന്നത്. ആ ലെയറിന്, ആ ഓരോ ലെയറിൻ്റെ ഇടയിൽ ഫാറ്റി സബ്സ്റ്റൻസ് ഉണ്ട്. അതിന് നമ്മൾ മൈലിൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നു. അതിനുശേഷം ഓരോ ഷ്വാൻ സെല്ലിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. അവിടെ എന്താണ് കാണുന്നത്? ആക്സോലീമ. ഇത് കവറിങ് അല്ലേ ആക്സോലീമ. സോ ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഇതിന് ആക്സോലീമ എന്ന് പറയും. നോഡ് ഓഫ് രൺവീർ എന്നാണ് പറയുന്നത്. ഇത് നെർവ് ഇമ്പൾസ് ഫാസ്റ്റായിട്ട് പോകുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ദ ഷ്വാൻ സെല്ലിന് പറയുന്ന പേരാണ് ന്യൂറോലിമ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇത് വളരെ ഈസി ആയിട്ട് പഠിക്കണം, ഈസി ആയിട്ട് എഴുതാവുന്ന കാര്യമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ക്ലാസ് ഒന്നുകൂടി ഒന്ന് കേട്ടാൽ മതി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഡെൻഡ്രൈറ്റ്സ് ആണ്. ഡെൻഡ്രൈറ്റ്സ് ഈ ട്രീ പോലെ ബ്രാഞ്ചിങ് ആയിട്ട് കാണുന്ന പാർട്ടാണ് ഡെൻഡ്രൈറ്റ്സ്. ആക്സോണിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്നാണ് ഈ സെല്ലിൽ നിന്നുള്ള ഇമ്പൾസിനെ മറ്റ് സെല്ലിലേക്ക് കൊണ്ടുപോവുക. ക്യാരിങ് ദ സെൽ എവേ ഫ്രം ദ സെൽ ബോഡി. ഇങ്ങോട്ട് കൊണ്ടുപോവുക, ഇമ്പൾസിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുക. ഇതാണ് ആക്സോണിൻ്റെ ഫംഗ്ഷൻ. ദെൻ നമുക്ക് ഡെൻഡ്രൈറ്റ്സ് കാണാം. The dendrites are the many short processes that receive and carry incoming impulse toward the cell body. നമ്മൾ കണ്ടതാണ്. ഈ സെൽ ബോഡിയുടെ ചുറ്റും ഇങ്ങനെ ബ്രാഞ്ചായിട്ടുണ്ട്. അതാണ് ഡെൻഡ്രൈറ്റ്സ്. ഈ ഡെൻഡ്രൈറ്റ്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഇമ്പൾസിനെ മറ്റു സെല്ലുകളിൽ നിന്ന്, മറ്റു നേഴ്സിൽ നിന്ന് വരുന്ന ഇമ്പൾസിനെ ക്യാരി ചെയ്തുകൊണ്ട് വന്ന് സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ സെൽ ബോഡിയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. റിസീവ് ചെയ്യുക, ദെൻ ഇമ്പൾസിനെ സെൽ ബോഡിയിലേക്ക് കൊടുക്കുക. ദേ ഹാവ് ദ സെയിം സ്ട്രക്ചർ ആസ് ആക്സോൺ. ആക്സോണിൻ്റെ പോലെ തന്നെയാണ്
സെയിം സ്ട്രക്ചറാണ്, ബട്ട് ദേ ആർ യൂഷ്വലി ഷോർട്ടർ ആൻഡ് ബ്രാഞ്ചിങ്. ഇത്രേ ഉള്ളൂ, ഷോർട്ടറാണ്, ബ്രാഞ്ചിങ് ആണ്, സെയിം സ്ട്രക്ചർ തന്നെയാണ്. വളരെ സ്മോൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ പിക്ചറൊന്നും അതിൻ്റെ അത് കാണാത്ത, വളരെ മൾട്ടിപ്പിൾ ആയിട്ടുണ്ട്. സോ ഇതിന് സെയിം സ്ട്രക്ചർ ആസ് ആക്സോൺ. ഇത്രയും പറഞ്ഞാൽ മതി ഡെൻഡ്രൈറ്റ്സിന്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറോൺ ആണ്. അപ്പോൾ ന്യൂറോൺ പറഞ്ഞു, ന്യൂറോണിൻ്റെ സ്ട്രക്ചറും പറഞ്ഞു. ഇനി ക്ലാസിഫിക്കേഷനാണ്. എത്ര ടൈപ്പായിട്ട് ന്യൂറോണിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ന്യൂറോൺസ് വേരി ഇൻ, എന്തിലൊക്കെയാണ് ന്യൂറോണിന് വ്യത്യാസം? സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് സെൽ ബോഡി. അപ്പോൾ ന്യൂറോണിൻ്റെ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ സെൽ ബോഡി, സെൽ ബോഡി നമ്മൾ ആ കണ്ട ടോപ്പ് പാർട്ടാണ്. സെൽ ബോഡിയിൽ വരുന്ന സൈസും ഷേപ്പും അനുസരിച്ച് വ്യത്യാസമുണ്ട്. ലെങ്ത് ആൻഡ് മാനർ ഓഫ് ബ്രാഞ്ചിങ് പ്രോസസ്സ്. ലെങ്ത് ആൻഡ് മാനർ ഓഫ് ബ്രാഞ്ചിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡെൻഡ്രൈറ്റ്സിനും ആക്സോണിൻ്റെ ലെന്തിലും ബ്രാഞ്ചിങ്ങിൻ്റെ ഒരു വ്യത്യാസത്തിലും അനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദേ ആർ ക്ലാസിഫൈഡ് ആസ്. എങ്ങനെയാണ്? സൈസ് ആൻഡ് ഷേപ്പും ലെന്ത് ആൻഡ് മാനർ ഓഫ് ദ പ്രോസസ്സും അനുസരിച്ച് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ് മൾട്ടി പോളാർ ന്യൂറോൺ, then bipolar neuron, then unipolar neurons or pseudo unipolar neurons. എന്തൊക്കെയാണ്? സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ സെൽ ബോഡി, ലെങ്ത് ആൻഡ് മാനർ ഓഫ് ദ ബ്രാഞ്ചിങ് പ്രോസസ്സ് അനുസരിച്ച് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മൾട്ടിപോളാർ, അതായത് ഒന്നിൽ കൂടുതൽ പോളുള്ളത്, ബൈപോളാർ 2 ഉള്ളത്, യൂണിപോളാർ 1. അപ്പോൾ ഇതിൻ്റെ പിക്ചറൂടെ കാണുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും, ബട്ട് ഇതൊന്ന് വായിച്ചിട്ട് ആദ്യം പോകാം. സോ മൾട്ടിപോളാർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ ടൈപ്പ് മൾട്ടിപോളർ ആണ്, ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ദർ ഈസ് ആൻ ആക്സോൺ ആൻഡ് സെവറൽ ഡെൻഡ്രൈറ്റ്സ്. ഇപ്പം നമ്മൾ കണ്ട പിക്ചർ അത് മൾട്ടിപോളർ ആണ്. ഒരാക്സോണും വളരെയധികം ഡെൻഡ്രൈറ്റ്സും ഉള്ളതാണ് മൾട്ടിപോളാർ. എൻ്റെ പിക്ചർ നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി ബൈപോളാർ, അതായത് 2. ദ ന്യൂറോൺ ഹാസ് 2 പ്രോസസ്, എഫറൻറ്റ് ആൻഡ് എഫറൻറ്റ്. 2 പ്രോസസ്സേ ഉള്ളൂ. അഫറൻറ്റ് ആൻഡ് എഫറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് കൊണ്ടുപോവുക, കൊണ്ടുവരിക. എക്സാമ്പിൾ ബൈപോളാർ ന്യൂറോൺ ആണ് റെറ്റിന, ഓൾഫാക്ടറി. എക്സാമ്പിൾ ഓർക്കുക. ബൈപോളാർ ന്യൂറോണൊക്കെ വെരി റെയർ ആണ്. റെറ്റിനയ്ക്കും ഓൾഫാക്ടറി, അതായത് ടേസ്റ്റ്, ഈ 2 ന്യൂറോണാണ് ബൈപോളാർ. അടുത്തതാണ് യൂണിപോളാർ. ഒരു പോളേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷനേ ഉള്ളൂ. ഓർ സ്യൂഡോ യൂണിപോളാർ ന്യൂറോൺ എന്നും പറയും. ന്യൂറോൺ ഹാസ് എ സിംഗിൾ പ്രോസസ്സ് which immediately divide into 2. One of this branch act as a dendrites and another one act as an axon. ഇപ്പോൾ യൂണിപോളാർ എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രോസസ്സ്, ഒരൊറ്റ പ്രോസസ്സ് തുടങ്ങും, എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വന്നിട്ട് 2ആയിട്ട് ഡിവൈഡ് ആവും. അതിലൊന്ന് ഡെൻഡ്രൈറ്റ്സ് ആവും, മറ്റേത് ആക്സോൺ ആവും. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് പഠിച്ചു. ഏതൊക്കെയാണ്? മൾട്ടിപോളാർ, ബൈപോളാർ, യൂണിപോളാർ. ഇതെങ്ങനെയാണ് ഡിവൈഡ് ആയതേക്കുന്നത്? സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ സെൽ ബോഡി, ലെങ്ത് ആൻഡ് മാനർ ഓഫ് ദ ന്യൂറോൺ പ്രോസസ്സസ്. അപ്പോൾ ഈ 3 ഇപ്പോൾ തന്നെ പഠിച്ചു. ഇത് വളരെ സിമ്പിളാണ്. എല്ലാവരും നെർവസ് സിസ്റ്റം വളരെ ഡിഫിക്കൽട്ടാണെന്ന് പറയും, പക്ഷേ നെർവസ് സിസ്റ്റം നന്നായിട്ട് പഠിച്ചാൽ ഏറ്റവും എളുപ്പമുള്ളതാണ്. നെർവസ് സിസ്റ്റം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. എക്സാമ്പിൾ ന്യൂറോൺ ഓഫ് എന്തിൻ്റെ എക്സാമ്പിളാണ്? നമ്മൾ യൂണിപോളാറിനാണ്, ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ. സോ നമുക്ക് പിക്ചർ നോക്കാം. മൾട്ടിപോളാർ നമ്മൾ കണ്ട അതേ പിക്ചർ. ഇതാണ് മൾട്ടിപോളാർ. ഒരു സെൽ ബോഡി, അതിനുശേഷം ഒരു ആക്സോൺ, ദെൻ ഡെൻഡ്രൈറ്റ്സ്. ഇതാണ് മൾട്ടിപോളാർ. അടുത്തത് നമ്മൾ പറഞ്ഞതാണ് ബൈപോളാർ. 2 പോളുണ്ട്. 2 പോളെന്ന് പറയുമ്പോൾ ഇതാണ് സെൽ ബോഡി, അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. റെറ്റിന, ഓൾഫാക്ടറി. ഇതാണ് എക്സാമ്പിൾ പഠിച്ചത്. ഇതെങ്ങോട്ടാണ്? ഇവിടുന്ന് ഇമ്പൾസ് കൊണ്ടുവരുന്നു, സെല്ലിലേക്ക് കൊണ്ടുവരുന്നു, പിന്നെ സെല്ലിൽ നിന്ന് ആക്സോൺ ഇങ്ങനെ പോകുന്നു. ഇതാണ് ബൈപോളാർ. ജസ്റ്റ് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. അടുത്തതാണ് സ്യൂഡോ പോളാർ, അതർവൈസ് യൂണിപോളാർ. യൂണിപോളാർ നമ്മൾ എന്നാ പറഞ്ഞ്? ഒറ്റ പ്രോസസ്സേ ഉള്ളൂ. ഇതാണ് സെൽ ബോഡി. സെൽ ബോഡിയിൽ നിന്ന് ഒരു പ്രോസസ്സ് ഇങ്ങനെ വന്നു, ഇവിടം വരെ ഉള്ളൂ. ഇമ്മീഡിയറ്റ്ലി ബ്രാഞ്ചിങ്, 2ആയിട്ട് ബ്രാഞ്ച് ചെയ്യും. ഇതാണ് പറഞ്ഞത്. സെൽ ബോഡി ഒരു പ്രോസസ്സ് അതിന് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രാഞ്ച് ചെയ്യും. ഒന്ന് ആക്സോൺ ആയിട്ടും അടുത്തത് ഡെൻഡ്രൈറ്റ്സ് ആയിട്ടും ആക്ട് ചെയ്യും. സോണ്ട് എന്താണ്? ഇമ്പൾസിനെ സെല്ലിൽ നിന്ന് കൊണ്ടുവരിക. ഡെൻഡ്രൈറ്റ്സിൻ്റെ എന്താണ്? ഇമ്പൾസിനെ സെല്ലിലേക്ക് കൊണ്ടുവരിക. ഇത് രണ്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോന്നിൻ്റെ നമ്മൾ പിക്ചർ ശ്രദ്ധിച്ചാൽ മതി. ഇമ്പൾസിനെ ഇത് കൊണ്ടുവരുന്നു, ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു ആക്സോൺ. എവിടെയാണോ ആക്സോൺ ഉള്ളത് ഇത് ആക്സോൺ ആണ്. ഇമ്പൾസിനെ ഔട്ട് സൈഡിലേക്ക് കൊണ്ടുവന്നു, ഇത് ഡെൻഡ്രൈറ്റ്സ് ആണ്. ഇമ്പൾസിനെ സെല്ലിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഇതിൻ്റെ റിമൈനിങ് പോർഷനോട് നമുക്ക് നോക്കാം. ഇനി സിനാപ്സിസ് എന്ന് പറഞ്ഞാൽ 2 ഡെൻഡ്രൈറ്റ്സിൻ്റെ,
അല്ലെങ്കിൽ ന്യൂറോൺസിൻ്റെ ഇടയ്ക്ക് അവർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് സിനാപ്സിസ്. ഇവിടെ വെച്ചാണ് ഈ എന്ത് ഇമ്പൾസ് ആണോ ഒരു ന്യൂറോൺ ക്യാരി ചെയ്തുകൊണ്ട് വരുന്നത് ആ ഇമ്പൾസിനെ അടുത്ത ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ ജംഗ്ഷന് പറയുന്ന പേരാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. സിനാപ്സിസ് ആർ സൈറ്റ് ഓഫ് ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ, രണ്ട് ന്യൂറോൺ തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലം. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിനാപ്സ്, 3-4 ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പ് ഈ പേരനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത് പഠിക്കാൻ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് കയറുകയുള്ളൂ. ആക്സോഡെൻഡ്രിക് എന്ന് പറഞ്ഞാൽ ആക്സോണിൻ്റെ എൻഡ് ഡെൻഡ്രൈറ്റ്സിൻ്റെ എൻഡിലേക്ക് പോയി ജോയിൻ ചെയ്യുന്നു. ഇതാണ് കോമൺ ആയിട്ടുള്ളത്. ആക്സോൺ ഓഫ് 1 ന്യൂറോൺ ടുഗദർ വിത്ത് ഡെൻഡ്രൈറ്റ്സ്. ദെൻ സോമാറ്റിക് എന്ന് പറഞ്ഞാൽ സോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽ ബോഡി ആട്ടോ. ദെൻ സോമ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോണിൻ്റെ സെൽ ബോഡിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ആക്സോണൽ ഒരു ആക്സോൺ വേറൊരു ആക്സോണായിട്ട് കണക്ട് ചെയ്യുന്നു. ഡെൻഡ്രൈസ് വേറൊരു ഡെൻഡ്രൈറ്റ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ സിനാപ്സ് 4 ടൈപ്പാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ പിക്ചർ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ആക്സോഡെൻഡ്രിക് ഇതാണ് കോമൺ ടൈപ്പ്. അതായത് ഒരു സെല്ല് ന്യൂറോണിൻ്റെ ആക്സോൺ, ഇതാണ് ഇമ്പൾസ് ക്യാരി ചെയ്യുന്നതാണ്, ഡെൻഡ്രൈറ്റ്സിലേക്ക് ജോയിൻ ചെയ്ത് ഈ സിഗ്നലിനെ ക്യാരി ചെയ്ത സിഗ്നലിനെ ഡെൻഡ്രൈറ്റ്സിൽ കൊടുക്കുന്നു. അപ്പോൾ ഡെൻഡ്രൈറ്റ്സ് ഈ സിഗ്നൽ സെൽ ബോഡിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് ആക്സോഡെൻഡ്രിക്. എന്നിട്ട് ഇവിടുന്ന് ഒരു ആക്സോൺ ഉണ്ടല്ലോ, അത് ക്യാരി ചെയ്ത് അടുത്ത ന്യൂറോണിന് കൊടുക്കുന്നു. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. സോ സോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇതാണ് സെല്ലിനാണ്, സെൽ ബോഡിക്കാണ് സോമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്സോൺ നേരിട്ട് കൊണ്ട് സെൽ ബോഡിക്ക് കൊടുക്കുന്നു. ഇവിടെ ഡെൻഡ്രൈറ്റ്സിന് വലിയ ഫങ്ഷൻസ് ഒന്നുമില്ല. ഇതാണ് അടുത്ത ടൈപ്പ് ആക്സോണിക്. അപ്പോൾ ആക്സോണിക് എന്ന് പറഞ്ഞാൽ ഈ ഒരെണ്ണത്തിന് ആക്സോൺ മറ്റൊരു ആക്സോണിലേക്ക് തന്നെയായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ ഡെൻഡ്രോഡെൻഡ്രിക് എന്ന് പറഞ്ഞാൽ ഡെൻഡ്രൈറ്റ്സ് ടു ഡെൻഡ്രൈറ്റ്സ്. ഇങ്ങനെ 4 ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഇനി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് പറയാനുള്ളത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആർ കെമിക്കൽസ് റിലീസ്ഡ് ബൈ ന്യൂറോൺ ടു ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് അറ്റ് ദ സിനാപ്സ്. അപ്പോൾ ഈ 2 ആക്സോണും അല്ലെ ആക്സോണും ഡെൻഡ്രൈറ്റ്സും ഒക്കെ എവിടെയാണോ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ജോയിൻ ചെയ്യുന്നത്, അവിടുന്ന് പെട്ടെന്ന് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഈ സിനാപ്സ് സെക്രീറ്റ് ചെയ്യുന്നത്, അതായത് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ മെഡ്സർജിലൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഒരുപാട് ലെന്തി പോർഷൻ തന്നെയുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസാണ്, റിലീസ്ഡ് ബൈ ന്യൂറോൺസ് ആണ്. എന്തിനാണ്? ടു ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് അറ്റ് ദറ്റ് സിനാപ്സ്. അതായത് ഈ ന്യൂറോൺ ജംഗ്ഷനിൽ നിന്ന് ഇമ്പൾസിനെ ഫാസ്റ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെക്രീറ്റ് ചെയ്യുന്ന ആരാണ്? ന്യൂറോൺ സെക്രീറ്റ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. ഏതൊക്കെയാണ്? അഡ്രിനാലിൻ ആൻഡ് അസറ്റൈൽകൊളൈൻ എന്നൊക്കെ നിങ്ങളിനി ഒത്തിരി പഠിക്കും. ഒരാൾക്ക് ഒരു ഷോക്ക് വന്നു അല്ലെങ്കിൽ ഒരു അറസ്റ്റ് വന്നു, ആദ്യം കൊടുക്കുന്ന മെഡിസിനാണ് അഡ്രിനാലിൻ. അങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് രണ്ടും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഡിസീസ് കണ്ടീഷനിലൊക്കെ കൊടുക്കുന്ന മെഡിക്കേഷൻസ് ആണിത്. സോ ഈ എക്സാമ്പിൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഇപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റായ ന്യൂറോൺസിൻ്റെ പാർട്സ്, അതായത് സെൽ ബോഡി, ആക്സോൺ, ഡെൻഡ്രൈറ്റ്സ് ഒക്കെ അത് തന്നെ എത്ര ടൈപ്പ് ഉണ്ട്. ഇനി ആക്സോണും ഡെൻഡ്രൈറ്റ്സും അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സിനാപ്സിനെ കുറിച്ച് പറഞ്ഞു, ടൈപ്സ് ഓഫ് സിനാപ്സ് പറഞ്ഞു, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പറഞ്ഞു. ഇപ്പം നമ്മുടെ ഒരു സിലബസിൻ്റെ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കറിയേണ്ടതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ബേസിക് യൂണിറ്റ് കഴിഞ്ഞിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? മെയിനായിട്ടും ബ്രെയിനും സ്പൈനൽ കോഡും. അപ്പോൾ ഈ പോർഷൻ്റെ മജോറിറ്റി വരുന്നത് ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിരിക്കും. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിനെ കുറിച്ച് നമ്മൾ പറയും. ബ്രെയിനിൻ്റെ അനാട്ടമി എസ്സേയിൽ ചോദിക്കാറുള്ളതാണ്. സോ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ദെൻ ന്യൂറോഗ്ലിയ. അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞാണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഉണ്ട്. പിന്നെ ബ്രെയിനിൻ്റെ പാർട്ട് പഠിച്ചു, സ്പൈനൽ കോഡ്. പിന്നെ അടുത്തതുള്ളത് ന്യൂറോഗ്ലിയാണ്. ന്യൂറോഗ്ലിയ ആർ സപ്പോർട്ടിംഗ് സെൽ പ്രസൻറ്റ് വിതിൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഈ ബ്രെയിനിലും സ്പൈനൽ കോഡിലും കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന സെല്ലാണ് ന്യൂറോഗ്ലിയ. ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് ന്യൂറോഗ്ലിയയുടെ എൻട്രി വരുന്നത്? ഫസ്റ്റ് ആസ്ട്രോസൈറ്റ്, ദെൻ പ്രോട്ടോപ്ലാസ്മിക് ആൻഡ് ഫൈബ്രസ് കംസ് അണ്ടർ ആസ്ട്രോസൈറ്റ്. ആദ്യത്തെ ആസ്ട്രോസൈറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ് പ്രോട്ടോപ്ലാസ്മിക് ആൻഡ് ഫൈബ്രസ്. ദെൻ ഒളിഗോഡെൻഡ്രോസൈറ്റ് ആൻഡ് എപ്പിൻഡൈമൽ സെൽസ് ആൻഡ് മൈക്രോഗ്ലിയ. ഇങ്ങനെ 4 ടൈപ്പാണുള്ളത്. എന്താണ്? ന്യൂറാഗ്ലിയ. അപ്പോൾ ന്യൂറാഗ്ലിയയുടെ 4 ടൈപ്പ് ഒന്ന് നോക്കുക. ആസ്ട്രോസൈറ്റ്സിൻ്റെ അണ്ടറിൽ പ്രോട്ടോപ്ലാസ്മിക് ഉണ്ട്, ഫൈബ്രസ് ഉണ്ട്, ദെൻ ഒളിഗോഡെൻഡ്രൈറ്റ്സ് ആൻഡ് എപ്പിൻഡൈമൽ ആൻഡ് മൈക്രോഗ്ലിയ.
ഓരോന്നും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് വൺ, ആസ്ട്രോസൈറ്റ്സ്. ദീസ് ആർ സ്മോൾ സ്റ്റാർ ഷേപ്ഡ് സെൽ. ഇത് ന്യൂറാഗ്ലിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദീസ് ആർ സ്മോൾ സ്റ്റാർ ഷേപ്ഡ് സെൽ ദാറ്റ് ഗീവ് ഓഫ് എ നമ്പർ ഓഫ് പ്രോസസ്. ഇതൊരു ചെറുതാണ്, സ്റ്റാർ ഷേപ്പാണ്. ഇതിൽ നിന്ന് ഒരുപാട് പ്രോസസ്സുകളുണ്ട്. പ്രോസസ്സ് നമ്മൾ പറഞ്ഞാണ് ഡെൻഡ്രൈറ്റ്സ്, ആക്സോണിനൊക്കെയാണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദ പ്രോസസ് എൻഡ് ഇൻ എക്സ്പാൻഷൻ ഇൻ റിലേഷൻ ടു ബ്ലഡ് വെസൽസ് ഓർ ദ സർഫസ് ഓഫ് ദ ബ്രെയിൻ. അപ്പോൾ പ്രോസസ്സിൻ്റെ എൻഡ് എക്സ്പാൻഡഡ് ആണ്. ഇതാണ് പ്രോസസ്സിൻ്റെ എൻഡ്, ഇങ്ങനെ എക്സ്പാൻഡഡ് ആണ് ഇൻ റിലേഷൻ ടു ബ്ലഡ് വെസൽസ് ഓർ ദ സർഫസ് ഓഫ് ദ ബ്രെയിൻ. ഇതാണ് നമ്മൾ പറഞ്ഞ ആസ്ട്രോസൈറ്റ്സ്. സ്മോൾ ആണ്, ഇതിൽ നിന്ന് സെവറൽ പ്രോസസ്സ് ഉണ്ട്. പ്രോസസ്സിൻ്റെ എൻഡ് ഇങ്ങനെ എക്സ്പാൻഡഡ് ആണ്. ദ ആസ്ട്രോസൈറ്റ്സ് ആർ ടു ടൈപ്പ്. അപ്പോൾ ആസ്ട്രോസൈറ്റ്സിൻ്റെ നമ്മൾ രണ്ട് ടൈപ്പ് പറഞ്ഞു, പ്രോട്ടോപ്ലാസ്മിക് ആൻഡ് ഫൈബ്രസ്. The protoplasmic astrocytes are seen mainly in the grey matter. അതിൻ്റെ എവിടെയാണോ ലൊക്കേഷൻ അതനുസരിച്ചാണ് ഈ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രോട്ടോപ്ലാസ്മിക് ആസ്ട്രോസൈറ്റ് സീൻ ഇൻ ഗ്രേ മാറ്റർ. ദെയർ പ്രോസസ് ആർ തിക്കർ ആൻഡ് സിമെട്രിക്കൽ. ഈ പ്രോസസ്സ് കുറച്ച് തിക്കർ ആയിരിക്കും, പിന്നെ സിമെട്രിക്കൽ ആയിരിക്കും. അടുത്തതാണ് ഫൈബ്രസ് ആസ്ട്രോസൈറ്റ്സ് ആർ സീൻ മെയിൻലി ഇൻ വൈറ്റ് മാറ്റർ. ദെൻ പ്രോട്ടോപ്ലാസ്മിക് ഗ്രേ മാറ്ററിലായിരുന്നെങ്കിൽ ഫൈബ്രോസ് ആസ്ട്രോസൈറ്റ്സ് കാണുന്നത് വൈറ്റ് മാറ്ററിലാണ്. ദ പ്രോസസ് തിൻ ആൻഡ് എസിമെട്രിക് ആണ്. തിന്നായിരിക്കും, എസിമെട്രിക് ആയിരിക്കും. ഈ പ്രോട്ടോപ്ലാസ്മിക്കിൻ്റെ തിക്കായിരിക്കും, സിമെട്രിക് ആയിരിക്കും. എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കുന്നതാണ്. ആസ്ട്രോസൈറ്റ്സ് പ്ലേ എ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് വെസൽസിൽ കൂടെ പോകുന്നുണ്ട്. അത് ബ്രെയിനിൽ കൂടെയും ബ്ലഡ് വെസൽസിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് വെസൽസിലും ബ്രെയിനിലും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെൻട്രൽ പോർഷൻ, അതല്ലെങ്കിൽ ഈ ബ്ലഡ് എല്ലാം ബ്രെയിനിലേക്ക് മിക്സ് ആകും, പിന്നെ ക്ലോട്ടിങ് അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതിനെ ബ്ലഡിനെയും ഈ ബ്രെയിനിൻ്റെയും ബാരിയർ, അതിൻ്റെ നടുക്കുള്ള ഒരു സെൻട്രൽ പോർഷനെയാണ് അല്ലെങ്കിൽ ഈ ബ്ലഡും ബ്രെയിൻ സെൽസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാഷയാണ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ദീസ് ആർ പിയർ ഷേപ്ഡ് സെൽ വിത്ത് എ ഫ്യൂ പ്രോസസ്സ്. 1-2 പ്രോസസ്സുകൾ മാത്രമാണുള്ളത്. ദേ ഫോം മൈലിൻ ഷീത്ത് ഇൻ ദ CNS. മൈലിൻ ഷീത്ത്, CNSൽ മൈലിൻ ഷീത്ത് ഉണ്ടാകുന്നു. ഇതാണ് ഒളിഗോഡെൻഡ്രൈറ്റ്സ്. ദെൻ എപ്പൻഡൈമൽ സെൽസ്. ദേ ആർ സീലിയേറ്റഡ് കോളമിനാർ ഓർ ക്യൂബോയിഡൽ സെൽ. ദേ ആർ സീലിയേറ്റഡ്, ഇതാണ് സീലിയ. കോളമിനാർ ഓർ ക്യൂബോയിഡൽ സെൽ ലൈനിങ് ഇൻ ദ വെൻട്രിക്കിൾ ഓഫ് ബ്രെയിൻ. വെൻട്രിക്കിൾ ഓഫ് ബ്രെയിൻ നമ്മളിപ്പോൾ പറയും, അതിന് ലൈനിങ് ആണ്. ഏതാണ്? എപ്പൻഡൈമൽ സെൽസ് ആൻഡ് സെൻട്രൽ കനാൽ ഓഫ് സ്പൈനൽ കോഡ്. കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന സ്പൈനൽ കോഡിൻ്റെ ലൈനിങ് ആണ് എപ്പൻഡൈമൽ സെൽസ്. ദ ഫെസിലിറ്റേറ്റ് സർക്കുലേഷൻ ഓഫ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ബ്രെയിനിലും സ്പൈനൽ കോഡിലുള്ള ക്ലിയർ ഷേപ്പുള്ള ഒരു ഫ്ലൂയിഡാണ്. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അതിനാണ് ഈ സീലിയേറ്റഡ് പോർഷനൊക്കെ വരുന്നത്. ഇതാണ് എപ്പിൻഡൈമൽ സെല്ല്. ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷനാണ് എപ്പിൻഡൈമൽ സെല്ലിനുള്ളത്. അടുത്തതാണ് മൈക്രോഗ്ലിയ. മൈക്രോഗ്ലിയ ആർ ദ സ്മോളസ്റ്റ് ന്യൂറാഗ്ലിയ. ന്യൂറാഗ്ലിയയിൽ ഏറ്റവും സ്മോൾ ആണ് മൈക്രോഗ്ലിയ. ദേ ആർ മീസോഡെർമൽ ഇൻ ഒറിജിൻ. സെൽ ബോഡീസ് ആർ ഫ്ലാറ്റൻഡ്. They have short processes. They are frequently associated with the capillaries. They are capable of migration, proliferation and phagocytosis. ഇതാണ് മൈക്രോഗ്ലിയ സ്മോൾ ആണ്, സെൽ ബോഡി ഫ്ലാറ്റൻ ആണ്. അതിനുശേഷം ചെറിയ പ്രോസസ്സുകളാണുള്ള വരുന്നത്. ഈ മൈക്രോഗ്ലിയ യൂഷ്വലി കാണുന്നത് ക്യാപ്പിലറീസിലാണ്. ഇത് കേപ്പബിൾ ഓഫ് മൈഗ്രേഷൻ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ എളുപ്പമാണ്. പ്രോലിഫറേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൾട്ടിപ്പിൾ പ്രോസസ്സ് ആൻഡ് ഫാഗോസൈറ്റോസിസ് ഒക്കെ നമ്മൾ പിന്നെ പറയും. ഫാഗോസൈറ്റോസിസ് ആക്ഷനും ഈസിയാണ് മൈക്രോഗ്ലിയ. ഇതാണ് 4 ന്യൂറോഗ്ലിയൽ സെൽസ്. ഇപ്പോൾ നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള ബ്രെയിന്, സ്പൈനൽ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ബ്രെയിനിൽ തന്നെ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ന്യൂറോഗ്ലിയ, ന്യൂറോൺസ്, അതിനെക്കുറിച്ചും എല്ലാം പറഞ്ഞു. ഇനിയുള്ളത് മെനിഞ്ചസ് ആണ്. മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ കവറിങ് ആണ്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആർ എൻക്ലോസ്ഡ് ബൈ 3 മെംബ്രേനിയസ് കവറിങ്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ എല്ലാം പുറമേ ഉള്ള കവറിങ് ആണ് മെനിഞ്ചസ്. മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഈ മെനിഞ്ചസിന് വരുന്ന ഇഷ്യൂ ആണ്. മെനിഞ്ചസ് ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്യുന്ന 3 ലെയർ ഉള്ള കവറിങ് ആണ് മെനിഞ്ചസ്. 3 ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഈ 3 ലെയർ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ 3 ലെയർ ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഈ 3 ലെയർ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വരാറുള്ളതാണ് മെനിഞ്ചസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസൊക്കെ. They are 3 layer forms
ഔട്ട്സൈഡ് ഡ്യൂറാ മാറ്റർ, നടുക്ക് അരക്കനോയിഡ് മാറ്ററാണ്, അതിനുശേഷം ഇൻസൈഡ് പയാ മാറ്ററാണ്. അപ്പോൾ 3 ലെയറുണ്ട്. എന്തിനാണ്? മെനിഞ്ചസിന്. ഏതൊക്കെയാണ്? ഡ്യൂറാ മാറ്റർ, അരക്കനോയിഡ് മാറ്റർ, പയാ മാറ്റർ. അപ്പോൾ ഈ 3 ഇങ്ങനെ തന്നെ ഓർത്തിരിക്കുക. ഇതാണ് ബ്രെയിൻ. ഈ കാണുന്നതാണ് ബ്രെയിന്. ഈ ബ്രെയിനിൻ്റെ ഏറ്റവും ഔട്ട്സൈഡിൽ കാണുന്നത് എന്താണ്? ഈ തലയോട്ടി എന്നൊക്കെ പറയും. സ്കൾ ബോണാണ്. ഏറ്റവും മുകളിൽ സ്കാൽപ്പ് സ്കിന്നാണ്. അതിനുശേഷം ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞായിരുന്നു ഫ്ലാറ്റ് ബോണാണ് സ്കൾ ബോണ്. 4-5 ബോണും പറഞ്ഞു, പെരേറ്റൽസ്, ടെമ്പറൽ എന്നൊക്കെ പറഞ്ഞു. ആ കാണുന്ന ബോണാണ് ഈ യെല്ലോ കളറിൽ കാണുന്നത്. അപ്പോൾ ഈ വലിയ പിക്ചറിലാണ് ഈ കാണുന്ന ബോണാണ്, അതിൻ്റെ മുകളിൽ കാണുന്നത് സ്കാൽപ്പാണ്, അതായത് ബ്രെയിനിൻ്റെ സ്കിന്നാണ്. ഇനിയാണ് ലെയറുകൾ വരുന്നത്. ഇനി ലെയർ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഡ്യൂറാ മാറ്ററാണ്. ഡ്യൂറാ മാറ്റർ എന്ന് പറഞ്ഞാൽ ഈ ബോണിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഒരു ലൈനാണ് ഡ്യൂറാ മാറ്റർ. ഏറ്റവും ഔട്ട്സൈഡിൽ കാണുന്നതാണ് ഡ്യൂറാ മാറ്റർ. ഡ്യൂറാ മാറ്ററിൻ്റെ അണ്ടറിൽ കാണുന്ന ഈ കളറാണ് വെയിനാണല്ലോ ഈ ബ്ലൂ കളറുള്ള ബ്ലഡ്. അപ്പോൾ ഇത് ഡ്യൂറാ മാറ്ററിൻ്റെ അണ്ടറിൽ കാണുന്ന ഈ ബ്ലഡ് ആണ് വെയിനാണ്. അപ്പം നമുക്ക് കാണാൻ സാധിക്കും വെയിൻ്റെ എൻഡിങ്സൊക്കെ ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ വെയിനാണ്. അതിന് ശേഷം ഡ്യൂറാ മാറ്ററിൻ്റെ താഴെ കാണുന്ന ഈ വെയിൻ്റെയും താഴെ കാണുന്ന ഈ ഒരു ലൈനിങ് ആണ് അരക്കനോയിഡ് മാറ്റർ. ദെൻ അരക്കനോയിഡ് മാറ്റർ കഴിഞ്ഞിട്ട് വരുന്നതാണ് സബ് അരക്കനോയിഡ് സ്പേസ്. അതായത് ഒരു സ്പേസാണ് ഇത്, ഇങ്ങനെ എം ജി സ്പേസാണ് സബ് അരക്കനോയിഡ് സ്പേസ്. ഈ സ്പേസിൽ കൂടിയാണ് CSF, ദാറ്റ് മീൻസ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇങ്ങനെ ഈ കാണുന്ന ഈ ബ്ലൂ കളറെല്ലാം ഇങ്ങനെ വെള്ളം പോലെ CSF ആണ് ഈ പോകുന്നത്. അപ്പം ഈ അരക്കനോയിഡ് മാറ്ററിൻ്റെ താഴെ കാണുന്ന സ്പേസിലാണ്, അതിന് പറയുന്ന പേരാണ് സബ് അരക്കനോയിഡ് സ്പേസ്. ഈ സ്പേസിലാണ് CSF അതർവൈസ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉള്ളത്. ദെൻ ഏറ്റവും ഇൻസൈഡിൽ ഒരു ചെറിയ ലൈനിങ്ങും കൂടെ ഉണ്ട്. ഈ ലൈനിങ് ഇതിനെയാണ് പയാ മാറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇത് ബ്രെയിനാണ്. സോ ഇപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു, ഇതിപ്പോൾ ഈസിയാണ്. നമുക്ക് എല്ലാ സ്റ്റുഡൻസും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും, പക്ഷേ ഇത് വളരെ സിമ്പിളാണ്. ഇതാണ് ബ്രെയിൻ. ഈ ബ്രെയിനിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്നതാണ് സ്കാൽപ്പ് ടിഷ്യൂസ്. ദെൻ അതിൻ്റെ അണ്ടറിൽ കാണുന്നതാണ് ബോണ്. ഓരോ പാർട്ടനുസരിച്ച് ബോണിൻ്റെ പേരൊക്കെ മാറുന്നതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ബോണ്. ദെൻ ഇനി 3 ലെയറുകൾ വരുവാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇതാണ് ഡ്യൂറാ മാറ്റർ. അതിനുശേഷം സെക്കൻഡ് ലെയറാണ് അരക്കനോയിഡ് മാറ്റർ. അപ്പോൾ ഡ്യൂറാ മാറ്ററിനും അരക്കനോയിഡ് മാറ്ററിനും ഇടയിലുള്ള ഈ സ്പേസാണ് വീനസ്, അതായത് ബ്ലഡാണ് ഈ പോകുന്നത്. വീനസ് ബ്ലഡ് സർക്കുലേഷനാണിത്. അതിനുശേഷം ഈ അരക്കനോയിഡ് മാറ്ററിനും പയാ മാറ്റർ, ഇതാണ് പയാ മാറ്ററിന് ഇടയ്ക്കുള്ള സ്പേസാണ് സബ് അരക്കനോയിഡ് സ്പേസ്. ഈ സ്പേസിൽ എന്തുണ്ട്? CSF ഉണ്ട്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡ് ഇങ്ങനെ എല്ലായിടത്തൂടെയും നടക്കും. അതൊരു ലൂബ്രിക്കേഷൻ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ബ്രെയിൻ ടിഷ്യൂസ്. അപ്പം മെനിഞ്ചസിൻ്റെ ലെയർ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഡ്യൂറാ മാറ്റർ ആൻഡ് അരക്കനോയിഡ് മാറ്റർ ആർ സെപ്പറേറ്റഡ് ബൈ എ പൊട്ടൻഷ്യൽ സ്പേസ് സബ്ഡ്യൂറൽ സ്പേസിലാണ് നമ്മൾ വീനസ് കണ്ടത്. അതായത് ഡ്യൂറാ മാറ്ററിനും അരക്കനോയിഡ് മാറ്ററിനും ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്, അതിനെയാണ് സബ്ഡ്യൂറൽ സ്പേസ് എന്ന് പറയും. അവിടെ നമ്മൾ ബ്ലഡ് വെസൽസ് ആണ് കണ്ടത്. ദെൻ അരക്കനോയിഡിനും പയാ മാറ്ററിനും ഇടയ്ക്കുള്ളത് എന്താണ്? സബ് അരക്കനോയിഡ് സ്പേസ് ആണ്. അവിടെ നമ്മൾ CSF എന്ന് പറഞ്ഞു. ഈ ഡ്യൂറാ മാറ്ററിനെ കുറിച്ച് ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ഓൾറെഡി നമ്മൾ എവിടെയാണ് പൊസിഷൻ എന്നൊക്കെ കണ്ടതാണ്. ഡ്യൂറാ മാറ്റർ, ദ സെൻട്രൽ ഡ്യൂറാ കൺസിസ്റ്റ് ഓഫ് 2 ലെയർ ഓഫ് ഡെൻസ് ഫൈബ്രസ് ടിഷ്യൂ. ഈ ഡ്യൂറാ മാറ്ററിന് തന്നെ 2 ലെയറുണ്ട്. മെനിഞ്ചസിന് 3 ലെയർ, ഡ്യൂറാ, അരക്കനോയിഡ്, പയ. ദെൻ ഫസ്റ്റ് ഔട്ട്സൈഡിൽ കാണുന്ന ഡ്യൂറാ മാറ്ററിന് വീണ്ടും 2 ലെയർ. ഏതൊക്കെയാണ്? 2 ലെയർ ഓഫ് ഡെൻസ് ഫൈബ്രസ് ടിഷ്യൂവിൻ്റെ 2 ലെയർ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഔട്ടർ layer take the place of the periosteum on the inner surface of the skull bone, and inner layer provide a protective covering of the brain. ഏതൊക്കെയാണ്? ഔട്ടറിൽ ഡെൻസ് ഫൈബ്രസ് ടിഷ്യൂവിൻ്റെ 2 കവറിങ് ആണ്. അത് ഫസ്റ്റ് കവറിങ് എന്ന് പറഞ്ഞാൽ പെരിയോസ്റ്റിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെയിനിൻ്റെ വെച്ചാൽ സ്കാൽപ്പിൻ്റെ ബോണിൻ്റെ ലൈനിങ് ആണ്, അല്ലെങ്കിൽ കവറിങ് ആണ് പെരിയോസ്റ്റിയത്തോട് ചേർന്ന് കിടക്കുന്നു. പിന്നെ അകത്തുള്ളത് ഏതാണ്? ആ സബ്ഡ്യൂറൽ സ്പേസിനോട് ചേർന്നാണ്. അത് ഇന്നർ ലെയറാണ്, പ്രൊട്ടക്റ്റീവ് കവറിങ്. അതൊരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണ്. There is only a potential space between 2 layers, except there the inner layer sweep inward between the cerebral hemisphere to form the false cerebrae. പിക്ചർ നോക്കിയാൽ അത്ര അങ്ങ് പറയാൻ പറ്റത്തില്ല.
ഈ രണ്ട് ലെയർ ഉണ്ടല്ലോ, ഏതിനാണ്? ഡ്യൂറാമാറ്റർ. ഈ രണ്ട് ഡ്യൂറാമാറ്ററിൻ്റെ ലെയറിനിടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട്, ഇന്നർ പാർട്ട് സെറിബ്രൽ ഹെമിസ്ഫിയർ. അപ്പോൾ സെറിബ്രം അതായത് രണ്ടായിട്ട് ഹെമിസ്ഫിയറായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന അതിലേക്ക് ചേർന്നാണ് കിടക്കുന്നത്. അതിന് പറയുന്ന പേരാണ് ഫാൾസ് സെറിബ്രൈ. ബിറ്റ്വീൻ ദ സെറിബ്രൽ ഹെമിസ്ഫിയർ ടു ഫോം ദ ഫാൾസ് സെറിബെല്ലൈ. ബിറ്റ്വീൻ ദ സെറിബ്രം ആൻഡ് സെറിബെല്ലം ടു ഫോം ദ ടെൻഡോറിയം സെറിബെല്ലൈ. അപ്പം ഈ ലെയർ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ പേരാണ്. ഇന്നർ ലെയർ സ്വീപ്പ് ഇൻവേഡ് ബിറ്റ്വീൻ ദ സെറിബ്രൽ ഹെമിസ്ഫിയർ. രണ്ട് സെറിബ്രൽ ഹെമിസ്ഫിയർ, അതായത് സെറിബ്രം രണ്ടായിട്ട് ഡിവൈഡ് ആകുന്നുണ്ട്. അതിനെയാണ് എന്നിട്ട് രണ്ട് അർത്ഥഗോളങ്ങൾ എന്നാണ് പറയുന്നത്, ഹെമിസ്ഫിയർ ആകുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഫാൾസ് സെറിബ്രൈ എന്ന് പറയുന്നു. സെറിബെല്ലാർ ഹെമിസ്ഫിയർ, സെറിബെല്ലാർ എന്ന് പറഞ്ഞാൽ വേറെ പോഷാണ്, സെറിബ്രം സെറിബെല്ലം വേറെ വേറെയാണ്. ടു ഫോം ഫാൾസ് സെറിബെല്ലൈ. അപ്പോൾ സെറിബ്രൈ ആയിരുന്നെങ്കിൽ ഫാൾസ് സെറിബ്രൈ ആൻഡ് സെറിബെല്ലം ആകുമ്പോൾ ഫാൾസ് സെറിബെല്ലൈ. ബിറ്റ്വീൻ സെറിബ്രം ആൻഡ് സെറിബെല്ലം, ഇപ്പോൾ ഹെമിസ്ഫിയറിലെ കാര്യമാണ് പറയുന്നത്. സെറിബ്രം ആൻഡ് സെറിബെല്ലത്തിൽ ടെൻഡോറിയം സെറിബെല്ലൈ, ടെൻഡോറിയം സെറിബെല്ലൈ. ഇത്രയാണ് ഡ്യൂറാമാറ്ററി നമ്മൾ പഠിച്ചത്. ഇതാണ് അരക്നോയിഡ് മാറ്റർ. ഇപ്പം നമ്മൾ ഡ്യൂറാമാറ്റർ പറഞ്ഞു. ഡ്യൂറാമാറ്ററിന് രണ്ട് ഡെൻസ് ലെയർ ഉണ്ട്, ഫൈബ്രസ് ലെയർ ഉണ്ട്. ഔട്ടർ ലെയർ പെരിയോസ്റ്റിയം, അതായത് ബോണിൻ്റെ ഔട്ടറിനോട് ചേർന്ന് പോകുന്നു. ഇന്നർ ലെയർ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണ്. ഈ ലെയർ തന്നെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ കൂടി യോജിച്ച് അതിനുള്ളിലേക്ക് കയറി പോകുന്നു. അതിനപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്, ഈ സെറിബ്രൽ ഹെമിസ്ഫിയറിൻ്റെ അവിടെ ഫാൾസ് സെറിബ്രൈ എന്ന് പറയുന്നു. സെറിബെല്ലാർ ഹെമിസ്ഫിയറിൻ്റെ അവിടെ ഫാൾസ് സെറിബെല്ലൈ എന്ന് പറയുന്നു. സെറിബ്രത്തിൻ്റെ സെറിബെല്ലയുടെ അകത്തേക്ക് പോകുമ്പോൾ ഇതിനിങ്ങനെ ഒരു സ്മൂത്ത് സർഫസ് അല്ല, നമുക്കത് പിക്ചർ കാണുമ്പോൾ അറിയാൻ സാധിക്കും. സോ സെറിബെല്ലത്തിൻ്റെ അകത്തേക്ക് ഈ രണ്ട് ലെയർ പോകുമ്പോൾ അതിനെയാണ് ടെൻഡോറിയം സെറിബെല്ലൈ എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ്. ഇതൊന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ദെൻ അരക്നോയിഡ് മാറ്റർ രണ്ടാമത്തെ, അതർവൈസ് മിഡിൽ ലെയർ ആണ്. ദിസ് ഡെലിക്കേറ്റഡ് സെറസ് മെംബ്രെയിൻ ലൈസ് ബിറ്റ്വീൻ ദ ഡ്യൂറ ആൻഡ് പയാമാറ്റർ. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ ഡ്യൂറാമാറ്റർ ബൈ ദ സബ്ഡ്യൂറൽ സ്പേസ് and form the pyomatter between the subarachnoid space containing cerebrospinal fluid. അതായത് ഈ അരക്കനോയിഡ് മാറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെയുണ്ട്. ഇതിന് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് സബ്ഡ്യൂറൽ. അവിടെയാണ് ആ വെയിൻ കണ്ടത്. അതിന് മുകളിൽ ഡ്യൂറാമാറ്റർ ഉണ്ട്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇതിന് പറയുന്നത് എന്താണ്? സബ് അരക്കനോയിഡ് സ്പേസ്. ഇവിടെ എന്താണ് നമ്മൾ കണ്ടത്? CSF ആണ്, CSF. സോ അരക്കനോയിഡ് സ്പേസിൻ്റെ ഇപ്പറേറ്റ് സ്പേസ് ആണ്. അരക്കനോയിഡ് വില്ലേ ആർ സ്മോൾ. ഈ അരക്കനോയിഡ് സ്പേസിൽ എന്താണുള്ളത്? അരക്കനോയിഡ് വില്ലേ നമ്മൾ പറഞ്ഞതാണ്, ഇങ്ങനെയുള്ള പ്രൊജക്ഷനാണ് വില്ലേ എന്ന് പറയുന്നത്. GI പഠിച്ചപ്പോൾ അത് ഒരുപാട് കണ്ടതാണ്. അരക്കനോയിഡ് വില്ലേ ആർ സ്മോൾ ഫിംഗർ ലൈക്ക് പ്രോസസ്സസ് പ്രൊജക്റ്റിംഗ് ഇൻ ടു ദ ഡ്യൂറാ വീനസ് സൈനസ്. അപ്പോൾ നമ്മളവിടെ വെയിൻ കണ്ടു, അങ്ങോട്ട് ഇങ്ങനെ വില്ലസ് ഉണ്ട്. ദേ അബ്സോർവ് CSFനെ അബ്സോർവ് ചെയ്യുന്നു. വിത്ത് അഡ്വാൻസിങ് ഏജ്, പ്രായം കൂടുന്നതനുസരിച്ച്, ദ വില്ലേ ഇൻലാർജ് ഇൻ സൈസ് ആൻഡ് ഫോം അരക്കനോയിഡ് ഗ്രാനുലേഷൻ. ഈ വില്ലേ ഇങ്ങനെ ഫിംഗർ ലൈക്കാണ്. ഏജ് കൂടുന്നതനുസരിച്ച് ഫിംഗറിലേക്ക് എൻലാർജ് ചെയ്തിട്ട് ഒരു ഗ്രാനുലേഷൻ പോലെ ആയിട്ടിരിക്കും. ഇതാണ് നമ്മൾ അരക്നോയിഡ് മാറ്ററിൽ കണ്ടത്. അടുത്തതാണ് പയാമാറ്റർ. ഏറ്റവും ഇൻസൈഡിൽ കാണുന്ന മാറ്ററാണ് അല്ലെങ്കിൽ ലെയറാണ് പയാമാറ്റർ. നമ്മളിപ്പോൾ മെനിഞ്ചസിനെ കുറിച്ചാണ് പറയുന്നത്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിൻ്റെ കവറിംഗ് ആണ് മെനിഞ്ചസ്. പയാമാറ്റർ ഇതൊരു ഇൻറ്റിമേറ്റ് ആണ്, ഡെലിക്കേറ്റഡ് മദർ ഇൻ ദ ഇന്നർ മോസ്റ്റ് ഓഫ് ദ മീനിങ്. അതായത് പയാമാറ്റർ ഇസ് ദ ഇന്നർ മോസ്റ്റ് ലെയർ ആണ്. ഇറ്റ് ഈസ് ക്ലോസ്ലി അപ്ലൈഡ് ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിൻ ടിഷ്യൂവിനോടും സ്പൈനൽ കോഡിനോടും ചേർന്ന് കിടക്കുന്നതാണ്. ഇറ്റ് ഈസ് എ വെരി ഡെലിക്കേറ്റ് വാസ്കുലാർ മെംബ്രെയിൻ. വളരെ ഡെലിക്കേറ്റ് ആണ്, പെട്ടെന്ന് അത് ഫ്രാക്ചറൊക്കെ വരാം. പിന്നെ എന്താണ്? വാസ്കുലാർ ആണ്, ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ട്. വിച്ച് ക്യാരി സ്മോൾ കാപ്പിലറീസ് ടു ദ സർഫസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. സർഫസ് ഓഫ് ദ ബ്രെയിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും സർഫസ്, അതിന് മുകൾ ഭാഗത്തേക്കുള്ള ബ്ലഡ് വെസൽസിനെ എല്ലാം ക്യാരി ചെയ്യുന്നത് എന്താണ്? പയാമാറ്റർ ആണ്. വെരി ഡെലിക്കേറ്റഡ് ആണ്. ഇറ്റ് ക്ലോസ്ലി ഫോളോ സർഫസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ഡിപ്പ് ഇൻ ടു ഓൾ ഫീഷേഴ്സ്. ഫീഷർ എന്ന് പറഞ്ഞാൽ ഈ ബ്രെയിൻ ഇങ്ങനെ ഒരു സ്മൂത്ത് അല്ല, ഇങ്ങനെ വളഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നിലേക്കും ഡിപ്പ് ചെയ്യുന്നുണ്ട്. ഏതാണ്? പയാമാറ്റർ. ദ പയാമാറ്റർ എലോങ് വിത്ത് ടഫ്റ്റ് ഓഫ് കാപ്പിലറി ഫോം ദ കൊറോയിഡ് ഫ്ലക്സസ്. ഈ പയാമാറ്ററും കുറേ കാപ്പിലറിയുടെ ഗ്രൂപ്പ് കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് കൊറോയിഡ് ഫ്ലക്സസ് ഒക്കെ വരുന്നത്.
ഇൻ ദ വെൻട്രിക്കിൾ ഓഫ് ദ ബ്രെയിൻ. അപ്പം വെൻട്രിക്കിൾ ഓഫ് ദ ബ്രെയിൻ്റെ അകത്ത് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാപ്പിലറിയും ഈ പയാമാറ്ററും കൂടെ പറയുന്നതാണ് കൊറോയിഡ് ഫ്ലക്സസ് വിച്ച് സെക്രീറ്റ് CSF. അപ്പോൾ CSF സെക്രീറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിക്കുന്നതാണ്. എവിടെയാണ് CSF സെക്രീറ്റ് ചെയ്യുന്നത്? കൊറോയിഡ് ഫ്ലക്സസ് ആണ്, വെൻട്രിക്കിളിലാണ്. ആക്ച്വലി 3 ലെയർ കഴിഞ്ഞു. ഇനി അപ്ലൈഡ് അനാട്ടമിയാണ്, അതായത് നമ്മുടെ നഴ്സിംഗിൽ അല്ലെ മെഡിക്കലിൽ എന്താണ് ഇതായിട്ടുള്ള റെലവൻസ്. അപ്ലൈഡ് അനാട്ടമി. ഇൻഫ്ലമേഷൻ ഓഫ് ദ മെനിഞ്ചസ് ഓർ ഫോഴ്സ് മെനിഞ്ചൈറ്റിസ് ക്യാരക്ടറൈസ്ഡ് ബൈ എന്തൊക്കെയാണ്? അത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, എത്രയെങ്കിലും അറിയുക. ഇൻഫ്ലമേഷൻ ഓഫ് ദ മെനിഞ്ചസ്, മെനിഞ്ചൈറ്റിസ്. എന്താണ് മെനിഞ്ചൈറ്റിസ്? മെനിഞ്ചൈറ്റിസ് വരുമ്പോൾ നമുക്കറിയാം, കേട്ടിട്ടുണ്ട് ഒരുപാട്. പനി വരും, ഹെഡ് ഏക്ക്, നെക്ക് റിജിഡിറ്റി, അതായത് നെക്ക് ഇങ്ങനെ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യാൻ പറ്റത്തില്ല, റിജിഡായിട്ടിരിക്കും. ആൻഡ് ഡെലീരിയം, ഇങ്ങനെ വിറയ്ക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതിനാണ് ഡെലീരിയം. CSF പ്രഷർ ഈസ് റൈസ്ഡ്, തലയിൽ ഫ്ലൂയിഡ് ഉണ്ട് CSF, അത് കൂടും. പ്രോട്ടീൻ ആൻഡ് സെൽ കണ്ടൻറ്റ് ഈസ് ഇൻക്രീസ്, അപ്പോൾ CSFിലെ പ്രോട്ടീനും സെല്ലും കൂടും. 1. ഇൻട്രാക്രേനിയൽ ഹെമറേജ് ഒക്കർ ഇൻ ഹെഡ് ഇഞ്ചറി, എവിടെയെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ വരുമ്പോൾ തലയിൽ ബ്ലീഡിങ് വരുന്നെന്ന് പറയും, അതിനാണ് ഇൻട്രാക്രേനിയൽ ഹെമറേജ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻട്രാക്രേനിയൽ ഹെമറേജ് ആൻഡ് ദ ബ്ലഡ് വെസൽസ് കോമൺലി ഇൻവോൾവ്ഡ് ആർ ഗീവൺ ബിലോ. പല ടൈപ്പുള്ള ഇൻട്രാക്രേനിയൽ ഹെമറേജസ് ഉണ്ട്, അത് ഏതാണെന്ന് താഴെ കൊടുത്തിട്ടുണ്ടെന്നാണ്. ഹെമറേജസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണത്? എക്സ്ട്രാഡ്യൂറൽ, സബ് ഡ്യൂറൽ, സബ് അരക്കനോയിഡ്, ഇൻട്രാസെറിബ്രൽ റപ്ചർ ഓഫ് ആർട്ടറീസ്. ഇത് നമ്മൾ പറഞ്ഞ ഓരോ ലെയർ അനുസരിച്ചാണ്. എക്സ്ട്രാഡ്യൂറൽ ടേറിങ് ഓഫ് മിഡിൽ മെനിഞ്ചൽ വെസൽസ്. എക്സ്ട്രാഡ്യൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡ്യൂറാ മാറ്ററിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലഡ് വെസൽസ് കിടക്കുന്ന കണ്ടില്ലേ, അവിടെ വരുന്നതാണ് ടേറിങ് ഓഫ് മിഡിൽ മെനിഞ്ചൽ വെസൽസ്. ഡ്യൂറാ മാറ്റർ കഴിഞ്ഞ് ഒരു ബ്ലൂ കളർ കണ്ടു, ഏതാണ്? അരക്കനോയിഡിന് മുമ്പ്, അതാണ് ഇവിടെ റപ്ചർ ആകുന്നത്. സബ് ഡ്യൂറൽ റപ്ചർ ഓഫ് സെറിബ്രൽ വെയിൻ, അതിനോട് ചേർന്നുള്ള വെയിൻസ്, ഇതെല്ലാം ഒരുപോലെ തന്നെ ബ്ലീഡിങ് വരുന്നതാണ്. സബ് ഡ്യൂറൽ വരും. സബ് അരക്കനോയിഡ്, അതായത് റപ്ചർ ഓഫ് അനൂറിസം, അതായത് അനൂറിസം എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് വെസൽസ് ഇങ്ങനെ ഒരു സൈഡിലേക്ക് വന്നിട്ട് ഇങ്ങനെ വീർത്ത് വരും, അതിനുശേഷം അതങ്ങ് റപ്ചർ ആവും. ആക്സിഡൻറ്റ് കൊണ്ടല്ല വരുന്നത്. സബ് അരക്കനോയിഡ് റപ്ചർ ഓഫ് ദ അനൂറിസം. ഇൻട്രാസെറിബ്രൽ റപ്ചർ ഓഫ് ആർട്ടറീസ് ഫോളോയിങ് ഹൈപ്പർ ടെൻഷൻ, അതായത് ഒരുപാട് BP കൂടി കഴിയുമ്പം ഈ തലയ്ക്കകത്ത് തന്നെയുള്ള ആർട്ടറീസ് റപ്ചർ ആകുന്നതാണ് ഈ ഇൻട്രാസെറിബ്രൽ. ഇതൊക്കെയാണ് പെട്ടെന്ന് മനുഷ്യൻ മരിക്കുന്നത്. ഈ താഴെ പറയുന്ന 2, അതായത് അനൂറിസവും ഈ ഇൻട്രാസെറിബ്രലും ഒരിക്കലും ആക്സിഡൻ്റ് അല്ല, ഇതെന്തെങ്കിലും ഡിസീസ് കണ്ടീഷനും ഇത് ഹൈപ്പർ ടെൻഷനുമാണ്. ഈ മുകളിൽ കാണുന്ന 2ആണ് ആക്സിഡൻറ്റ് വഴി യൂഷ്വലി വരുന്ന ഹെമറേജസ്. അടുത്തതാണ് സിസ്റ്റേണൽ പങ്ക്ചർ. The cerebromedullary cistern or cistern magna is of importance because a needle can be introduced in the brain between the occipital bone and atlas vertebrae to get a sample of CSF. അതായത് CSF കിട്ടാൻ വേണ്ടിയിട്ട് ബ്രെയിനിൽ നിന്ന് ഫ്ലൂയിഡ് കിട്ടാൻ പോകുന്ന സൈറ്റിനാണ് ഈ പറയുന്നത് സിസ്റ്റേണൽ പങ്ക്ചർ. അതിപ്പോൾ നമ്മൾ ജസ്റ്റ് വായിച്ച് നോക്കുക, എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. നീഡിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻറ്റു ദിസ് ബിറ്റ്വീൻ ദ ഒസിപ്പിറ്റൽ ബോൺ, തലയുടെ ബാക്കിലുള്ള ബോണും ആൻഡ് അറ്റ്ലക്സ് വെർട്ടിബ്ര. അറ്റ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പൈനോകോഡിൻ്റെ ആദ്യം ഇരിക്കുന്ന വെർട്ടിബ്രയെ കൂടി ഒരു നീഡിൽ ഇൻസേർട്ട് ചെയ്ത് ഫ്ലൂയിഡ് എടുക്കുന്നതിനെയാണ് സിസ്റ്റേണൽ പങ്ക്ചർ എന്ന് പറയുന്നത്. ട്യൂമർ അറൈസിങ് ഫ്രം മെനിഞ്ചസ് കോൾഡ് മെനിഞ്ചോമാസ്, അതായത് ഈ മെനിഞ്ചസിൽ ഈ ലെയറിൽ ട്യൂമർ വന്ന അതിനാണ് മെനിഞ്ചിയോമാസ്, അതായത് ട്യൂമർ ഇൻ ദ മെനിഞ്ചസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അപ്ലൈഡ് അനാട്ടമിയിലുള്ളത്. ഇനി വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ. ഇപ്പം ബ്രെയിൻ്റെ ഓൾമോസ്റ്റ് സെറിബ്രം, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റെം, അതിൽ തന്നെ 3 പാർട്ട് നമ്മൾ പറഞ്ഞു. പക്ഷേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമ്മളിനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ മെനിഞ്ചസും കവറിങ്ങും പിന്നെ ന്യൂറോണും അതൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം ബ്രെയിനെക്കുറിച്ചുള്ള നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതിൽ മെനിഞ്ചസ് അതിൻ്റെ അകത്ത് വരാം. ഇനി വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ. വെയിൻ്റെ അകത്ത് വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ, അതായത് ബ്രെയിനിൽ കാണുന്ന ഓരോ പോർഷന് പറയുന്ന പേരാണ് വെൻട്രിക്കിൾസ്. അതിപ്പോൾ നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Ventricles of brain. Within the brain there are 4 irregular shaped cavity. ബ്രെയിനിൻ്റെ അകത്ത് 4 ഇറഗുലർ ഷേപ്പായിട്ടുള്ള ക്യാവിറ്റി ഉണ്ട്. ഒരുപോലെയല്ല, പലതിനും പല ഷേപ്പാണ്. ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സ്പേസ് പോലെയുള്ളത്. ക്യാവിറ്റി നമ്മൾ കുറേ കണ്ടതാണ്. ഓറൽ ക്യാവിറ്റി, നേസൽ ക്യാവിറ്റി, അങ്ങനെ അബ്ഡോമിനൽ ക്യാവിറ്റി, ഒരു സ്പേസ്, അതിൽ കുറച്ച് ഓർഗൻസ്, അതിനാണ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇപ്പം 4 ഇറഗുലർ ഷേപ്ഡ് ക്യാവിറ്റി ഉണ്ട്. എവിടെയാണ്? ബ്രെയിനകത്ത്. ഇതിനെയാണ് വെൻട്രിക്കിൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് വെൻട്രിക്കിൾ എന്ന് പറയും. ഇതിനുള്ളിലെല്ലാം സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇങ്ങനെ നീല കളറിൽ ബ്രെയിനിൽ കൂടി എല്ലാം പാസ് ചെയ്യുന്നു. അപ്പോൾ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അതിലൂടെ എല്ലാം പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെൻട്രിക്കിൾസ് ഏതാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൻട്രിക്കിൾസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലാറ്ററൽ വെൻട്രിക്കിൾ.
ഇപ്പോൾ രണ്ടായി, റൈറ്റ് ലെഫ്റ്റ് ലാറ്ററൽ വെൻട്രിക്കിൾ, 2 വെൻട്രിക്കിൾ, തേർഡ് വെൻട്രിക്കിൾ ഫോർത്ത് വെൻട്രിക്കിൾ, തേർഡ് വെൻട്രിക്കിൾ ഫോർത്ത് വെൻട്രിക്കിൾ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലാറ്ററൽ വെൻട്രിക്കിൾ, 4 വെൻട്രിക്കിൾസായി. ഇനി ഓരോ വെൻട്രിക്കിളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലാറ്ററൽ വെൻട്രിക്കിൾ, ലാറ്ററൽ എന്ന് പറഞ്ഞാൽ സൈഡിലുള്ളതെന്നാണല്ലോ. ദിസ് ക്യാവിറ്റി ലൈറ്റ് വിതിൻ ദ സെറിബ്രൽ ഹെമിസ്ഫിയർ. അപ്പോൾ സെറിബ്രൽ ഹെമിസ്ഫിയറിൻ്റെ 2 സൈഡിലായിട്ടാണ് ഈ ലാറ്ററൽ വെൻട്രിക്കിൾസ് ഉള്ളത്. 1 ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ മീഡിയൽ പ്ലെയിൻ ജസ്റ്റ് ബിലോ ദ കോർപ്പസ് കൊലോസം. അതായത് ഈ ലാറ്ററൽ വെയിൻ സെറിബ്രൽ ഹെമിസ്ഫിയറിൻ്റെ 2 സൈഡിലാണ്, ഓൺ ബോത്ത് സൈഡ് ജസ്റ്റ് ബിലോ ദ കോർപ്പസ് കൊളോസം. ദേ ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ എ തിൻ മെംബ്രെയിൻ. അപ്പോൾ ഈ 2 ലാറ്ററൽ വെൻട്രിക്കിളിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലാറ്ററൽ വെൻട്രിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു തിൻ മെംബ്രെയിനാണ്. അതിനാണ് ദ സെപ്റ്റം ലൂസിഡം എന്ന് പറയുന്നത്. ഈ മെംബ്രെയിന് പറയുന്ന പേരാണ് സെപ്റ്റം ലൂസിഡം ആൻഡ് ആർ ലൈൻഡ് വിത്ത് സീലിയേറ്റഡ് എപ്പിത്തീലിയം. എന്നിട്ട് ഈ മെംബ്രെയിൻ ലൈൻ ചെയ്തിരിക്കുന്നത് സീലിയേറ്റഡ് എപ്പിത്തീലിയമാണ്. അപ്പോൾ നമ്മൾ ഇത്ര ഒന്നുകൂടെ നോക്കാം. ലാറ്ററൽ വെൻട്രിക്കിൾ 2 ഉണ്ട്, ഹെമിസ്ഫിയറിൻ്റെ അപ്പുറവും ഇപ്പുറമാണ്, ജസ്റ്റ് ബിലോ ദ കോർപ്പസ് കൊളോസം. ഈ സെപ്പറേറ്റഡ് ബൈ എ തിൻ മെംബ്രെയിൻ ഈസ് കോൾഡ് സെപ്റ്റം ലൂസിഡം. ഈ സെപ്റ്റം ലൂസിഡം ഈസ് ലൈൻഡ് ബൈ സീലിയേറ്റഡ് എപ്പിത്തീലിയം. They communicate with the third ventricle by interventricular foramina. ഫൊറാമിന എന്ന് പറഞ്ഞാൽ ഒരു പാത്ത് വേ ആയിരിക്കും. 2 ലാറ്ററൽ വെൻട്രിക്കിളും താഴെയുള്ള തേർഡ് വെൻട്രിക്കിളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതിനകത്തൂടെയുള്ള ഒരു ഫൊറാമിന വഴിയാണ്, അല്ലെങ്കിൽ ഒരു പാത്ത് വേ വഴിയാണ്. ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു സമ്മറി പോലെ നമുക്കിത് നോക്കാം. ഇത് ആൻറ്റീരിയർ വ്യൂ ആണ്, അതായത് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു പിക്ചറാണ്. ലാറ്ററൽ, ഇതാണ് സെറിബ്രം. ബ്രെയിൻ 3 പാട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞാണ്. സെറിബ്രം എന്ന് പറഞ്ഞാൽ ഈ പാട്ട് കംപ്ലീറ്റ് പറയുന്ന പാട്ടാണ് ഈ സെറിബ്രം. ബ്രെയിനിൽ ഏറ്റവും കൂടുതലുള്ളത് സെറിബ്രമാണ്, മേജർ പോർഷനാണ്. ഇതാണ് സെറിബ്രത്തെക്കുറിച്ച് ഇനി നമ്മൾ പറയും. ഇപ്പോഴാണ് ഇത് സെറിബ്രം. അപ്പോൾ ഈ താഴെ കാണുന്ന ഈ പോർഷനാണ് സെറിബെല്ലം. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പോർഷൻ ഇതുണ്ട്, ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ സെറിബ്രം, ഈ കാണുന്ന കുഞ്ഞു പോർഷനാണ് സെറിബെല്ലം. അപ്പോൾ ഇത് ആൻറ്റീരിയർ വ്യൂ, ഇങ്ങനെ ക്രോസ് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ആൻറ്റീരിയർ വ്യൂ. അപ്പോൾ ഇതെല്ലാം സെറിബ്രവും ഇത് സെറിബെല്ലവും ആണ്. അപ്പോൾ ഈ സെറിബ്രത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഈ വെൻട്രിക്കിളെല്ലാം ഈ സെറിബ്രത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ സെറിബ്രത്തിനെ 2ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുവാണ്. ഇതിനെയാണ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയറാണിത്. അപ്പോൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ലാറ്ററൽ വെൻട്രിക്കിൾ എന്ന് പറയുന്നത് 2 ഹെമിസ്ഫിയറിൻ്റെ ഓരോ സൈഡിലാണ്. ഇതാണ് ഈ ലാറ്ററൽ വെൻട്രിക്കിൾ, ഇതൊരു വെൻട്രിക്കിൾ, ഇതൊരു വെൻട്രിക്കിൾ. അപ്പോൾ ലാറ്ററൽ വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ ഈ 2 സൈഡിലായിട്ടാണ് വെൻട്രിക്കിൾ കിടക്കുന്നത്. ഈ വെൻട്രിക്കിൾ നമുക്ക് അതാണ് ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം തേർഡ് വെൻട്രിക്കിൾ, ഫോർത്ത് വെൻട്രിക്കിൾ നമ്മൾ പറഞ്ഞു. ഈ ലാറ്ററൽ വെൻട്രിക്കിൾ ഇങ്ങനെ കിടക്കുന്നു. ഇതാണ് തേർഡ് വെൻട്രിക്കിൾ, ഇതാണ് ഫോർത്ത് വെൻട്രിക്കിൾ. ഈ കാണുന്നതാണ് ഫോർത്ത് വെൻട്രിക്കിൾ. അപ്പോൾ 4 വെൻട്രിക്കിളായി, 1 2 3 4. അപ്പോൾ ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഈ തേർഡ് വെൻട്രിക്കിളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി ഒരു ഫൊറാമൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാത്ത് വേ ഉണ്ട്. ആ പാത്ത് വേ വഴിയാണ് അതും നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു തിൻ മെംബ്രെയിൻ കൊണ്ട് കവറിങ് ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് വെൻട്രിക്കിൾസ് ലൂസിഡം എന്ന് നമ്മൾ പറഞ്ഞത്. ഈ സെപ്റ്റത്തിൽ തന്നെ എന്താണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം ഉണ്ടെന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് 4 വെൻട്രിക്കിൾ മനസ്സിലായി. ഇവിടെ ഒരു ഫൊറാമൻ ഉണ്ടെന്നും വെൻട്രിക്കുലർ ഫൊറാമൻ ഉണ്ടെന്നും മനസ്സിലായി. അതിനുശേഷം ഈ പിക്ചർ ഒന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്നും മനസ്സിലായി. ഇനി കണ്ടിന്യൂസ് നമുക്ക് നോക്കാം. ദെൻ ദ തേർഡ് വെൻട്രിക്കിൾ. അപ്പോൾ ലാറ്ററൽ വെൻട്രിക്കിൾ കഴിഞ്ഞു. ഇനി അടുത്ത് തേർഡ് വെൻട്രിക്കിളും ഫോർത്ത് വെൻട്രിക്കിളും പഠിക്കാനുണ്ട്. തേർഡ് വെൻട്രിക്കിൾ, ദ തേർഡ് വെൻട്രിക്കിൾ ഈസ് എ ക്യാവിറ്റി സിറ്റുവേറ്റഡ് ബിലോ ദ ലാറ്ററൽ വെൻട്രിക്കിൾ. അത് നമ്മൾ ഓൾറെഡി കണ്ടു. ലാറ്ററൽ വെൻട്രിക്കിളിൻ്റെ താഴെയാണ്, ബിറ്റ്വീൻ 2 പാർട്ട് ഓഫ് ദ തലാമസിൻ്റെ നടുക്കാണ്. They communicate with the fourth ventricle by a canal, the cerebral aqueduct of midbrain. അപ്പോൾ 2 ലാറ്ററൽ വെൻട്രിക്കിൾ തേർഡ് വെൻട്രിക്കിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫൊറാമൻ വഴിയായിരുന്നു. ഇതിൻ്റെ ഇടയിലുള്ള ഒരു പാത്ത് വേ വഴിയായിരുന്നു. അപ്പോൾ തേർഡ് വെൻട്രിക്കിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഈ ഫോർത്ത് വെൻട്രിക്കിൾ ഇതാണ്. അപ്പോൾ ഈ തേർഡ് വെൻട്രിക്കിളും ഫോർത്ത് വെൻട്രിക്കിളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പാത്ത് വേ ഉണ്ട്. അതിനെയാണ് സെറിബ്രൽ അക്യൂഡക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇത് ഫോർത്ത് വെൻട്രിക്കിളായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ വെൻട്രിക്കിളിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പാർട്ടും ആയി. ഫോർത്ത് വെൻട്രിക്കിളാണ് നമുക്ക് നോക്കേണ്ടത്. ഫോർത്ത് വെൻട്രിക്കിൾ ഈസ് എ ഡയമണ്ട് ഷേപ്പ്ഡ് ക്യാവിറ്റി. ഡയമണ്ട് ഷേപ്പാണ്, നമ്മൾ കണ്ടതാണ് പിക്ചർ. ഡയമണ്ട് ഷേപ്പായിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഡയമണ്ട് ഷേപ്പ്ഡ് ക്യാവിറ്റി സിറ്റുവേറ്റഡ് ബിലോ ആൻഡ് ബിഹൈൻഡ് ദ തേർഡ് വെൻട്രിക്കിൾ. തേർഡ് വെൻട്രിക്കിളിൻ്റെ താഴെയാണ്. ബിറ്റ്വീൻ ദ സെറിബ്രം ആൻഡ് പോൺസ്. സെറിബ്രത്തിൻ്റെയും പോൺസിൻ്റെയും ഇടയ്ക്കാണ്. തേർഡ് വെൻട്രിക്കിൾ എന്താണ്? തലാമസിൻ്റെ ആയിരുന്നു. ഫോർത്ത് വെൻട്രിക്കിളോ സെറിബെല്ലത്തിൻ്റെയും പോൺസിൻ്റെയും ഇടയിലായിട്ട് വരുന്ന ഡയമണ്ട് ഷേപ്പുള്ള പോർഷനാണ് ജസ്റ്റ് ബിലോ ദ തേർഡ് വെൻട്രിക്കിളാണ്.
It is continuous below the central canal. It is continuous below with the central canal of the spinal cord and communicate with the subarachnoid space by foramen in its roof. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഇത് കണ്ടിന്യൂ ബിലോ, താഴേക്ക് പോകുന്നു. എങ്ങോട്ടാണ്? സെൻട്രൽ കനാൽ ഓഫ് ദ സ്പൈനൽ കോഡ്. ഇതിൻ്റെ താഴേക്ക് സ്പൈനൽ കോഡ് പോകുന്നുണ്ട്, സ്പൈനൽ കോഡായിട്ട് പോകുന്നു. മുകളിൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സബ് അരക്കനോയിഡ് സ്പേസ്. അതിനുശേഷം സബ് അരക്കനോയിഡ് സ്പേസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫൊറാമൻ ഓൺ ഇറ്റ്സ് റൂഫ്. ഫൊറാമൻ വഴി, ഫൊറാമൻ എന്ന് പറഞ്ഞാൽ അതിലൂടെ ഒരു പാത്ത് വേ ഉണ്ട്. അങ്ങനെ ആ ഫൊറാമൻ വഴിയായിട്ടാണ് എന്തായിട്ടാണ് ഫൊറാമൻ വഴിയാണ് സബ് അരക്കനോയിഡ് സ്പേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. CSF എൻ്റർ ദ സബ് അരക്കനോയിഡ് സ്പേസ് ത്രൂ ദിസ് ഓപ്പണിംഗ് ആൻഡ് ഫോളോ ദ ഓപ്പണിംഗ് ഡിസ്റ്റൽ ആൻഡ് സെൻട്രൽ പാർട്ട് ഓഫ് ദ സ്പൈനൽ കനാൽ. അതായത് CSF എവിടെയാണ്? കൊറോയിഡ് ഫ്ലക്സസിലാണ്. അതായത് നമ്മൾ സബ് അരക്കനോയിഡ് സ്പേസിലാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം അതിൽ കൂടി ഒരു ഫൊറാമൻ വന്ന് സ്പൈനൽ കോഡിലേക്കും എല്ലാം പോകുന്നുണ്ട്. പിക്ചർ ഒന്നുകൂടെ നോക്കാം. ലാറ്ററൽ വെൻട്രിക്കിൾ കണ്ടു, ഇവിടെ ഒരു സെപ്റ്റം ഉണ്ട്, അതിനുശേഷം ഫൊറാമൻ ഉണ്ട്, ഇവിടെ തേർഡ് വെൻട്രിക്കിളുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് സെറിബ്രൽ അക്യൂഡക്റ്റ്. ഇത് ഇവിടുന്ന് ഈ ഫോർത്ത് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. ഈ രണ്ട് സൈഡിൽ ഫൊറാമനാണ്. അതിനുശേഷം ഇത് താഴേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിനെ പറയുന്നത് വേണ്ടാണ് സെൻട്രൽ കനാലോ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് താഴെ വരെ പോകും ബോഡിയുടെ വെർട്ടിബ്രൽ കോളത്തിൽ കൂടെ. അപ്പോൾ ഇങ്ങോട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ പാർട്ട് ഇവിടുന്ന് ഒരു ഫൊറാമൻ വഴിയാണ് സബ് അരക്കനോയിഡ് സ്പേസിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. ഇവിടുന്ന് ഒരു ഫൊറാമൻ വഴി, അതായത് ഒരു ഓപ്പണിംഗ്, ഇങ്ങോട്ടൊരു പാത്ത് വേ ഉണ്ട്, ഇങ്ങോട്ട് പോയി സബ് അരക്കനോയിഡ് സ്പേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ സബ് അരക്കനോയിഡ് സ്പേസിൽ എന്തുണ്ട്? CSF ഉണ്ട്. അപ്പോൾ CSF ഈ ഫോർത്ത് വെൻട്രിക്കിലൂടെ വന്ന് ഈ താഴേക്ക് പോകുന്നു. അതിനുശേഷം അവിടുന്ന് തന്നെ CSF തിരിച്ചു വന്ന് അതുപോലെ തന്നെ പോയി ഇതിലെല്ലാം ചുറ്റി വീണ്ടും CSF ബോഡി തന്നെ അബ്സോർവ് ചെയ്യുന്നു, സെക്രീറ്റ് ചെയ്യുന്നു. നമ്മൾ CSFനെ കുറിച്ച് പറയും. അപ്പോൾ ഈ ഏകദേശം ബ്രെയിനിൻ്റെ ഹെമിസ്ഫിയർ ഇതാണെന്നും ഹെമിസ്ഫിയർ ഈ രണ്ട് അപ്പുറം ഇപ്പുറം കാണുന്നതാണെന്നും വെൻട്രിക്കിളാണെന്നും എല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം അനാട്ടമി പറഞ്ഞു. CSF സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. CSF ഫിൽ ദ സബ് സ്പേസ് കണ്ടതാണ്. വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ സബ് അരക്കനോയിഡ് സ്പേസിലുണ്ട്. അത് എവിടെയായിരുന്നു? അരക്കനോയിഡിൻ്റെയും പയാമാട്ടിൻ്റെ ഇടയിൽ അവിടെയുണ്ട്. എന്നിട്ട് വെൻട്രിക്കിളിൽ വരും. വെൻട്രിക്കിൾ നമ്മൾ കണ്ടതാണ്, ഇങ്ങനെ ആ ഫൊറാമിനെ കൂടെ മുഴുവൻ ചുറ്റും വെൻട്രിക്കിൾ വരും. ആൻഡ് ദ സെൻട്രൽ കനാൽ, അവിടുന്ന് താഴേക്ക് സ്പൈനൽ കോഡിലേക്ക് പോകും. ആൻഡ് ഇറ്റ് ഫോം ബൈ ദ കൊറോയിഡ് ഫ്ലക്സസ്. എവിടെയാണ് ഫോം ചെയ്യുന്നത്? കൊറോയിഡ് ഫ്ലക്സസിലാണ്. കൊറോയിഡ് ഫ്ലക്സസ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. കുറേ ക്യാപ്പിലറീസും പയാമാറ്ററും ഒന്നിച്ച് ജോയിൻ ചെയ്യുന്നതിനെയാണ് കൊറോയിഡ് ഫ്ലക്സസ് എന്ന് പറയുന്നത്. ഈ കൊറോയിഡ് ഫ്ലക്സസ് വെൻട്രിക്കിളിലാണ് കാണുന്നത്, എസ്പെഷ്യലി ഫോർത്ത് വെൻട്രിക്കിൾ. ഇവിടെ വെൻട്രിക്കിൾസിലാണ് കാണുന്നത്. ഇതാണ് CSF സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി ഫ്ലോയോസി, ഇവിടം വരെ നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കുക. ഇനി താഴേക്ക് പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. ആക്ച്വലി ഈസിയാണ്, സിമ്പിളായിട്ടത് പറയാം. CSF എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? CSF ഫോംഡ് ഇൻ ദ ലാറ്ററൽ വെൻട്രിക്കിൾ. എവിടെയാണ് ഫോം ചെയ്യുന്നത്? ലാറ്ററൽ വെൻട്രിക്കിളിലെ കൊറോയിഡ് ഫ്ലക്സസിലാണ്. റീച്ചസ് ദ തേർഡ് വെൻട്രിക്കിൾ. എങ്ങനെയാണ് തേർഡ് വെൻട്രിക്കിൾ വരുന്നത്? ഫൊറാമൻ, വെൻട്രിക്കുലർ ഫൊറാമൻ വഴിയാണ്. ഇതിന് പറയുന്ന പേരാണ് ഫൊറാമിന ഓഫ് മൺറോ. ഫൊറാമിന ഓഫ് മൺറോ ഫോം ചെയ്യുന്നത് ലാറ്ററൽ വെൻട്രിക്കിളിൽ. അവിടെ എന്തുണ്ട്? കൊറോയിഡ് ഫ്ലക്സസ് ഉണ്ട്. അവിടുന്ന് തേർഡ് വെൻട്രിക്കിൾ വരുന്നു. എങ്ങനെ? ഇൻട്ര വെൻട്രിക്കുലർ ഫൊറാമിന. അതിന് പറയുന്ന പേരാണ് ഫൊറാമിന ഓഫ് മൺറോ. ഫ്രം ഹിയർ, അതായത് തേർഡ് വെൻട്രിക്കിളിൽ നിന്ന് ത്രൂ ദ അക്യൂഡക്റ്റ് ഓഫ് സിൽവിയസ് CSF റീച്ചസ് ദ ഫോർത്ത് വെൻട്രിക്കിൾ. അപ്പോൾ അതിൽ കൂടെ അക്യൂഡക്റ്റിൽ കൂടെ വരുന്ന ഫോർത്ത് വെൻട്രിക്കിളിൽ വരെ വരുന്നു. ത്രൂ ദ മീഡിയൽ ആൻഡ് ലാറ്ററൽ അപ്പർച്ചേഴ്സ്, അതായത് രണ്ട് സൈഡിൽ നമ്മൾ കണ്ടതാണ്. ഈ ഫോർത്ത് വെൻട്രിക്കിളിന് ഒരു ഡയമണ്ട് ഷേപ്പാണ് ഇതിലൊന്ന് മുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, താഴെ സെൻറ്ററിലേക്ക് പോകുന്നു, പിന്നെ ഈ രണ്ട് സൈഡിലുള്ള പോകുന്നുണ്ട്. ഇതിനെയാണ് മീഡിയൽ ആൻഡ് ലാറ്ററൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. CSF ഈസ് ഡ്രെയിൻ ഇൻറ്റു സബ് അരക്കനോയിഡ് സ്പേസ്. ഈ രണ്ട് സൈഡിൽ നിന്നാണ്, ഈ രണ്ട് സൈഡ് നമ്മൾ കണ്ടതാണ്, ഈ രണ്ട് സൈഡിൽ നിന്നാണ് സബ് അരക്കനോയിഡ് സ്പേസിലേക്ക് പോകുന്നത്. ലാറ്ററൽ വെൻട്രിക്കിൾ, തേർഡ് വെൻട്രിക്കിൾ, ഫോർത്ത് വെൻട്രിക്കിൾ, ദെൻ സബ് അരക്കനോയിഡ് സ്പേസ്. ഇവിടം വരെ കണ്ടു. ഫ്രം ഹിയർ, എവിടുന്നാണ്? സബ് അരക്കനോയിഡ് സ്പേസിൽ നിന്ന് ത്രൂ ദ അരക്കനോയിഡ് വില്ലേ. അപ്പോൾ അരക്കനോയിഡ് വില്ലേ കൂടെ പോകുന്നു. CSF ഇസ് ഫൈനലി ഡ്രെയിൻ ഇൻ ടു ദ ഡ്യൂറൽ വീനസ് സൈനസ്. അപ്പോൾ ഈ അരക്കനോയിഡ് വില്ലസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? CSFനെ അബ്സോർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഈ അബ്സോർവ് ചെയ്തത് എവിടേക്ക് ഡ്രെയിൻ ചെയ്യുന്നു? ഡ്യൂറൽ വീനസ് സൈനസിലേക്ക്, മെയിൻലി ദ സുപ്പീരിയർ സജേറ്റിയസ് സൈനസ്. സുപ്പീരിയർ സജേറ്റിയസ് സൈനസിലേക്ക് ഡ്രെയിൻ ചെയ്യുന്നു. അതെന്ന് വെച്ചാൽ എന്താണ്? ഈ CSF ബോഡി കൂടെ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ കൂടെയും ബ്രെയിനിൽ കൂടെയും എല്ലാം ഒന്ന് കറങ്ങി അതിലുള്ള ന്യൂട്രീഷനും ഒക്കെ ബ്രെയിന് കൊടുത്തു. അതിനുശേഷം തിരിച്ച് ബ്ലഡിലേക്ക് പോകുവാണ്. എന്നിട്ട് എന്ത് ചെയ്യും? പുതിയ CSF പ്രൊഡ്യൂസ് ചെയ്യും.
CSF കണ്ടിന്യൂസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, അബ്സോർവ് ചെയ്യുക, ഇങ്ങനെയാണ്. ദെൻ ദ ടോട്ടൽ വോളിയം ഓഫ് CSF ഈസ് അബൌട്ട് 140 ml, ഓഫ് വിച്ച് 25 ml ഇൻ ദ വെൻട്രിക്കിൾ. 140 ഉണ്ട്, അതിൽ 25 ml വെൻട്രിക്കിളിൽ തന്നെയാണ്. CSF ഈസ് കോൺസ്റ്റൻ്റ്ലി റീപ്ലേസ്ഡ്. ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഫോർത്ത് വെൻട്രിക്കിൾ ഫോം ചെയ്യുന്നു, അവിടെ നിന്ന് തേർഡ് വെൻട്രിക്കിളിലേക്ക് ഫൊറാമൻ വഴി വരുന്നു, തേർഡ് വെൻട്രിക്കിളിൽ നിന്ന് അക്യുഡക്റ്റ് വഴി ഫോർത്ത് വെൻട്രിക്കിളിൽ വരുന്നു. ഈ ഫോർത്ത് വെൻട്രിക്കിളിൻ്റെ 2 സൈഡിലൂടെ ഓരോ ഫൊറാമൻ ഉണ്ട്, അതുവഴി സബ് അരക്കനോഡ് സ്പേസിൽ പോകുന്നു. സബ് അരക്കനോഡ് സ്പേസിലൂടെ ഇത് പാസ് ചെയ്യുന്നു. പാസ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അരക്കനോഡ് വില്ലേ ഇതിനെ അബ്സോർവ് ചെയ്യുന്നു. എന്തിനെ? CSFനെ അബ്സോർവ് ചെയ്ത് വെയിനിലേക്ക് കൊടുക്കുന്നു. ഈ വെയിനിൽ നിന്ന് ഇത് അബ്സോർവ് ചെയ്തിട്ട് ഹാർട്ടിലേക്ക് പോയിട്ട് വീണ്ടും സർക്കുലേഷൻ ചെയ്യുമ്പം അതെല്ലാം ഫ്ലൂയിഡായിട്ട് യൂറിനിൽ കൂടി അത് പുറത്തേക്ക് പോകുന്നു. ഇങ്ങനെയാണ് CSF. അപ്പോൾ എന്ത് ചെയ്യുന്നു? കൊറോയിഡ് ഫ്ലക്സസ് വീണ്ടും സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആണ്. അതോടൊപ്പം നമുക്ക് ഈ ലാറ്ററൽ വെൻട്രിക്കിൾ 2 സൈഡിൽ കൂടെ സബ് അരക്കനോഡ് സ്പേസിൽ കൂടെ പോകുമ്പം വീണ്ടും അത് സ്പൈനക്കോഡിലേക്കും പോകുന്നുണ്ട് താഴെ. സ്പൈനക്കോഡിൽ നിന്ന് തിരിച്ചു വന്നിട്ടും വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ ലാറ്ററൽ സൈഡിൽ കൂടെ വീണ്ടും സബ് അരക്കനോഡ് സ്പേസിൽ പോയി അബ്സോർവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് CSFൻ്റെ ഫ്ലോ. സോ നമുക്കിനി അപ്ലൈഡ് അനാട്ടമിയും കൂടെ കാണാം. അപ്ലൈഡ് അനാട്ടമി ഹൈഡ്രോസെഫാലസ്. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വാട്ടർ എന്നാണ്, സെഫാലസ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ എന്നാണ്. ഹൈഡ്രോസെഫാലസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ വാട്ടർ, ഇതാണ്. അതായത് വാട്ടർ കൂടുക, ബ്രെയിനിൽ വാട്ടർ ഉണ്ട്, അതാണ് CSF. ഹൈഡ്രോ കൂടുന്നതിനെയാണ് ഈ പേര് പറയുന്നത്. ആൻഡ് അബ്നോർമൽ ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഓഫ് CSF ക്യാൻ ലീഡ് ടു എൻലാർജ്മെൻറ്റ് ഓഫ് ദ ഹെഡ്. ബേബീസിലാണ് ഇത് വരുന്നത്, അറ്റ് ബർത്തിൽ കാണാം. അപ്പോൾ ഈ ഫ്ലൂയിഡ് എവിടെയാണ് CSF പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് അവിടെ തന്നെ സ്റ്റേ ചെയ്യുമ്പോൾ ഇങ്ങനെ വീർത്ത് വരും തല. അതിനെയാണ് ഹൈഡ്രോസെഫാലസ് എന്ന് പറയുന്നത്. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ഹൈഡ്രോസെഫാലസ്. കോസസ്, ഹൈഡ്രോസെഫാലസിൻ്റെ കോസസ് വളരെ ജസ്റ്റ് സിമ്പിളായിട്ട് തിങ്ക് ചെയ്തത് നമുക്കറിയാൻ പറ്റും. എക്സസീവ് പ്രൊഡക്ഷൻ, 140 വരെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അത് തലയിൽ കാണും. അടുത്ത് ഒബ്സ്ട്രക്ഷൻ ഇൻ ഫ്ലോ, ലാറ്ററൽ വെൻട്രിക്കിളിൽ സെക്രീറ്റ് ചെയ്തിട്ട് താഴേക്ക് പോകാതെ എവിടെയെങ്കിലും അടഞ്ഞിരിക്കുവാണെങ്കിൽ അവിടെ അത് പൂളി ചെയ്തിട്ട് കൂടും. ഇമ്പേർഡ് അബ്സോർഷൻ, അല്ല തിരിച്ചു വരുന്ന അരക്കനോട് വലിയ അബ്സോർവ് ചെയ്യുന്നില്ലെങ്കിലും കൂടും. ഈ 3 കാര്യങ്ങളാണ് കോസസ്. മെനിഞ്ചൈറ്റിസ് ഇസ് ട്യൂമർ ഓഫ് മേ ലീഡ് ടു ഒബ്സ്ട്രക്ഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ സീസ്. ഇനി അതോടൊപ്പം തന്നെ മെനിഞ്ചൈറ്റിസ് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂമർ വന്ന് ബ്ലോക്ക് ചെയ്താലോ അങ്ങനെ വരാം. ലംബാർ പങ്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻസിഷൻ ഇടുക, അതൊരു ചെറിയ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ലംബാർ പങ്ചർ എന്ന് പറഞ്ഞാൽ ലംബാർ റീജിയൻ നമ്മൾ ഈ വെർട്ടിബ്ര പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. ലംബാർ വെർട്ടിബ്ര കോളം പഠിച്ചപ്പോൾ നമ്മൾ താഴെ പറഞ്ഞതാണ് 5 ലംബാർ വെർട്ടിബ്ര ഉണ്ടെന്നൊക്കെ. അപ്പോൾ നീഡിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ലംബാർ സബ് അരക്കനോഡ് സ്പേസ്. അരക്കനോഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ പയാമാറ്ററിൻ്റെ കഴിഞ്ഞുള്ള സ്പേസ്. അപ്പോൾ ലംബാർ പഞ്ചറിൽ കൂടെ, അതായത് ലംബാർ ഏരിയയിൽ കൂടെ ഒരു നീഡിൽ ഇൻസേർട്ട് ചെയ്ത് സബ് അരക്കനോഡ് സ്പേസിൽ പോകുന്നു. ത്രൂ ദ ഇൻ്റർവൽ ബിറ്റ്വീൻ 3rd and 4th വെർട്ടിബ്രയാണുള്ളത്. 3rd-നും 4th-നും ഇടയിലൂടെ ഈ നീഡിൽ, അത് ഈ സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞില്ലേ, അതിതാണ് നീഡിലൂടെ വെർട്ടിബ്രയിലൂടെ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നു. എന്തിനാണ്? സാമ്പിൾ ഒബ്റ്റെയിൻ ചെയ്യാൻ, CSF ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ മെഡിക്കേഷന് വേണ്ടിയിട്ടും പറ്റും. ഇൻ മെനിഞ്ചൈറ്റിസ് ദ CSF വിൽ ബി ടെർബിഡ്. അതായത് മെനിഞ്ചൈറ്റിസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ CSF ക്ലിയർ ഫ്ലൂയിഡ് ആണ്, അത് ടെർബിഡ് ആയിരിക്കും, ഇങ്ങനെ കുറച്ച് കളർ വ്യത്യാസം കാണും, തിക്കായിരിക്കും. ആൻഡ് സബ് അരക്കനോഡ് ഹെമറേജ് വിൽ ബി ബ്ലഡ്. അപ്പോൾ ഇനി ഹെമറേജ് ആണെങ്കിൽ, ബ്ലഡ് ഉണ്ടെങ്കിൽ ഈ CSFന് പകരം ബ്ലഡ് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് അപ്ലൈഡ് അനാട്ടമി പറഞ്ഞത്. ഇപ്പം നമ്മൾ ബ്രെയിനിൻ്റെ ഒരു പാർട്ട് പഠിച്ചു. ഇപ്പോൾ ബ്രെയിനെക്കുറിച്ചാണ് SI ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിന് കുറേ കൂടി എഴുതാനുണ്ട്. ഈ വെൻട്രിക്കിൾ എഴുതുമ്പോൾ തന്നെ അതിൻ്റെ അതൊരു 50% ആയി. പിന്നെ ബ്രെയിനിൻ്റെ പാർട്ട് കൂടി എഴുതണം. അപ്പോൾ ബ്രെയിനിൻ്റെ റിമൈനിങ് പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കാരണം ഈ ക്ലാസ് വളരെ ലെന്തിയാണ്, ഇപ്പത്തിന് 1 മണിക്കൂർ കൂടുതലായി. സോ അത് എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇതിന് ബാക്കി കാണാം. അപ്പോൾ കണ്ടിന്യൂഷൻ നിങ്ങൾ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഒരു എസ്സേക്കുള്ളത് കംപ്ലീറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഞാൻ അതുപോലെ പറഞ്ഞതുപോലെ തന്നെ നോട്ടിൻ്റെ സമ്മറി ഫോം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും.